വേണ്ടതിലധികം വെച്ചുകെട്ടലുകൾ എനിക്ക് വേണ്ടി വന്നിട്ടില്ല എന്നാണ്. വേണ്ടതിലധികം വെച്ചുകെട്ടൽ വന്നിട്ടില്ലെന്ന് പറഞ്ഞാൽ കുറച്ച് വെച്ചുകെട്ടുകൾ വേണ്ടി വന്നിട്ടുണ്ട് എന്നാണ് മലയാളത്തിൽ അതിൻ്റെ അർത്ഥം. അത് പലപ്പോഴും പലരും മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ്. അത് വേണ്ടതിലധികം എന്ന് പറഞ്ഞാൽ ഒട്ടും വെച്ചുകെട്ടലുകൾ വേണ്ടി വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്നതിനോട് ഞാൻ അംഗീകരിക്കാം. ഒട്ടും വെച്ചുകെട്ടലുകൾ എനിക്ക് വേണ്ടി വന്നിട്ടില്ല എന്നാണ് ഞാൻ എഴുതിയിരുന്നതെങ്കിൽ. കുറേ സാറിൻ്റെതായിട്ടുള്ള സാറിപ്പോൾ ചില സീനുകൾ ഇങ്ങനെ തന്നെ വേണമെന്നൊക്കെ പറഞ്ഞ് സാറ് കാണിച്ചു തരും. അങ്ങനെയൊക്കെയുള്ള സാറിൻ്റെതായിട്ടുള്ള കുറേ കാര്യങ്ങൾ സാറ് ആ സമയത്തൊക്കെ കാണിച്ചു തരും. പിന്നെ പറഞ്ഞു തരും. നമ്മൾ ഓരോ ഷോട്ട് എടുക്കുമ്പോൾ ഞാൻ സാറിൻ്റെ അടുത്ത് പോയി ചോദിക്കും, സാർ എന്താ എടുക്കുന്നതെന്ന് ചോദിക്കും. അപ്പോൾ സാറ് പറയും ഇതെങ്ങനെയാണ് ഇങ്ങനെയൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ സാറിനും കൃത്യമായിട്ടുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു, ഈ ഓരോ ദിവസങ്ങൾ കഴിയുമ്പോൾ എങ്ങനെയൊക്കെയാവും അവരുണ്ടാവുക. അത് എൻ്റെ കഥാപാത്രത്തിന് മാത്രമല്ല, നജീബിക്കയുടെ ക്യാരക്ടറിനും കാതരിയുടെ ക്യാരക്ടറിനും എല്ലാവർക്കും സാറിന് കൃത്യമായിട്ടുള്ളൊരു ആസ് എ ഹോൾ മൂവി എന്നുള്ള രീതിയിൽ. അപ്പോൾ അങ്ങനെയൊക്കെ സാറിൻ്റെ ഒരു ഗൈഡൻസൊക്കെ എന്നെ വളരെയധികം ഹെൽപ്ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്. പല പാട്ടുകൾ എനിക്ക് കിട്ടിയെങ്കിലും എനിക്കതത്ര സ്വീകാര്യമായി തോന്നിയില്ല. പിന്നീടാണ് ഞാൻ ഇത്രയും വലിയൊരു ലെജൻഡ് മ്യൂസിഷ്യൻ എൻ്റെ കയ്യിലിരിക്കുമ്പോൾ ഞാനിതിനെ അങ്ങനെ ഒരു അന്വേഷിച്ച് നടക്കുന്നതെന്ന് തോന്നിയിട്ടാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഈ സിറ്റുവേഷൻ പറയുകയും ആ സിറ്റുവേഷനിലേക്ക് എത്തുമ്പോൾ അദ്ദേഹമാണ് പറഞ്ഞത് നമുക്കിത് വരികൾ എഴുതിയിട്ട് ട്യൂൺ ചെയ്യാം എന്ന് പറയുന്നത്. എന്നെ സംബന്ധിച്ച് എന്താ പറയുക, ആസ് എ സിംഗർ ഞാൻ മലയാളത്തിൽ കുറച്ച് പാട്ട് മുന്നേ പാടിയിട്ടുണ്ട്, തമിഴിലാണ് കൂടുതൽ പാടിയിട്ടുള്ളത്. സോ ആസ് എ സിംഗർ എന്താ പറയുക, ഞാൻ ആ ഇട്ട എഫേർട്ട് എനിക്ക് ആദ്യം ഞാനൊരു ട്രാക്ക് പാടി, ഇതിൽ ഒരുപാട് എന്താ പറയുക ഈ പടത്തിൻ്റെ ഒരു ഭാഗമാവാൻ പറ്റുക എന്നുള്ളത് തന്നെ ഒരു വലിയൊരു ഭാഗ്യമായിരുന്നു എനിക്ക്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഫസ്റ്റ് ട്രാക്ക് പാടിയതിന് ശേഷം എനിക്ക് പെട്ടെന്നൊരു ദിവസം സാറ് വിളിച്ചു. അപ്പോൾ സാറ് എന്നെ നേരെ ഫോണിൽ വിളിക്കുമ്പോൾ ഞാൻ ഷോക്കായിട്ട് ഓക്കെ എന്നിട്ട് സംസാരിക്കായിരുന്നു. സാർ ഈ പാട്ട് കേട്ടിട്ട് ഇത് മ്യൂസിക്കലി എവറിത്തിങ് ഇസ് ദെയർ, ഇനി കുറച്ചും കൂടി പെയിൻ ആവാം. സാർ ആ ഒരു നറേഷൻ തന്നു, എനിക്കൊരു ബ്രീഫ് തന്നു എന്താണ് അതിൻ്റെ ഇതെന്നുള്ളത്. സോ അങ്ങനെ പാടി രണ്ടാമത് നമ്മൾ ഫലിപ്പിച്ചു. ആൻഡ് അത് ആസ് എ സിംഗർ ഇത് ആൾക്കാരിലേക്ക് എത്തി, അവർക്ക് ആ ഒരു ഫീൽ കിട്ടി, അത് തിരിച്ചെന്നിലേക്ക് എത്തി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു എന്താ പറയുക എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു ഇത് ആസ് എ സിംഗർ. പടത്തിൽ അതിന് അനുയോജ്യമായ ഇടത്തിൽ അത് പ്ലേസ് ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഗോകുൽ ഈ കഥാപാത്രം ചെയ്യുമ്പോൾ തന്നെ ഈ നമ്മുടെ എൻ്റെ കൂടെ ഒരു അസിസ്റ്റൻ്റായിട്ട് അങ്ങനെ വർക്ക് ചെയ്യുകയാണ്. അപ്പം അവൻ്റെ അടുത്ത് അങ്ങനെ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ അവൻ ക്ലാപ്പ് കൊടുക്കുകയും റിപ്പോർട്ട് എഴുതുമ്പം അവന് മനസ്സിലാകാൻ പറ്റും ഇത് ഏത് ലെൻസിട്ടാണ് ഇതെടുത്ത്. അപ്പം സാങ്കേതികമായി ഒരു അറിയുന്നതും കൂടുതൽ ഒരു ക്യാരക്ടറിനെ ഒരു തുടക്കക്കാരനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ഒരുപാട് ഗുണം ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിലായിരുന്നു. പിന്നെ ഞാൻ ഒത്തിരി അവനെ എന്താ പറയുക ഫിസിക്കലി അവനെ കുറേയധികം പീഡിപ്പിച്ചിട്ടുണ്ടെന്ന് പറയാം. കാരണം ഒരു പുതിയ ഒരാളെന്നുള്ള രീതിയിൽ നമ്മൾ ഈ സ്ക്രിപ്റ്റിൽ ഓരോ സീനിലും ഇവരുടെ എനർജി ലെവലൊക്കെ നമ്മൾ നാട്ടിൽ നിന്ന് എഴുതിക്കൊണ്ട് പോയിട്ടുണ്ട്. എന്നുവെച്ചാൽ ഓരോ ദിവസം കഴിയുമ്പോൾ ഉണ്ടാകും എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അവർക്ക് അതനുസരിച്ച് നമ്മളൊരു അതിൻ്റെ ഒരു ഡീറ്റെയിലിങ് വർക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ ഒരു സീൻ എഴുതുന്നതിന് മുമ്പ് കുറേ ഇട്ട് ഓടിച്ച് ക്ഷീണിതനാക്കും, തളർച്ചയിലാക്കും. അപ്പം പൃഥ്വിരാജ് പറയും എടാ നീ അതൊന്നും ചെയ്യണ്ട എന്ന് വെച്ചാൽ നമ്മൾ ആർട്ടിസ്റ്റുകളല്ലേ അങ്ങനെ അഭിനയിച്ചാൽ പോരെ. അപ്പം ഈ കുട്ടിക്ക് അത് തുടക്കമായതുകൊണ്ട് ചിലപ്പം പൃഥ്വിരാജ് ചെയ്യുന്നതിൻ്റെ അത്രയും എത്താൻ പറ്റത്തില്ലെങ്കിൽ എന്ന് കണ്ടിട്ട് അപ്പോൾ അയാൾ അതിന് തയ്യാറാകുന്നു എന്നുള്ളതൊക്കെ തന്നെയാണ് അതിൻ്റെ ഒരു ഇയാളുടെ റിസൾട്ട് എന്ന് പറഞ്ഞത്. എന്നെ ഏറ്റവും അധികം വിഷമിപ്പിച്ചിട്ടുള്ളൊരു കാര്യമുണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ ചില ലൈവ് സൗണ്ടാണെങ്കിലും ചില പാച്ച് വർക്കുകൾ ഈ കാറ്റടിക്കുമ്പോഴൊക്കെ ഭൂമിയിലൊക്കെ ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നതുകൊണ്ട് നമ്മൾ ചില സീക്വൻസുകൾ നമ്മൾ ഡബ് ചെയ്യാനായിട്ട് ചെന്നൈക്കുമ്പോൾ ഇവൻ ഡബ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവൻ 4-5 വർഷം ഇവൻ്റെ ഒരു കൗമാരത്തിലാണ് ഇവൻ തുടങ്ങുന്നത്. ആ ശബ്ദമല്ല ഇവൻ ഇപ്പം പിന്നെ 4 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് യൗവനത്തിലെത്തുമ്പോൾ എന്നുള്ളത്. അപ്പോൾ അതിന് ഒരുപാട് ട്രീറ്റ്മെൻറ്റുകൾ ഇരട്ടി മധുരമൊക്കെ പോലുള്ള ഇതൊക്കെ കൊടുത്ത് ഞങ്ങൾ ഭയങ്കര പേടിച്ചു പോയി എങ്ങനെ ഈ സൗണ്ടിലേക്ക് കൊണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് സ്ട്രെയിൻ ചെയ്യിച്ചിട്ടാണ് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഒരു സീക്വൻസ് വന്നപ്പം ഞാനിങ്ങനെ കൺസോൾ ഇരുന്ന് പറയാം, ഞാൻ ഇയാളെ ഹക്കീമെന്നേ വിളിച്ചിട്ടുള്ളൂ, ഗോകുലേന്ന് എനിക്കിപ്പോഴും പലപ്പോഴും കിട്ടാറില്ല വിളിക്കാൻ. അപ്പം ഞാൻ പറഞ്ഞടാ നീ ഇതെന്താ രാവിലെ ഉള്ള എല്ലാം കൂടെ വലിച്ചു കയറ്റി ഭയങ്കര ആരോഗ്യത്തോടാണ് ഇതൊക്കെ. എന്നാൽ വിശക്കുന്നവൻ്റെ ശബ്ദമാണ് വേണ്ടിയെന്നൊക്കെ ഉള്ള രീതിയിൽ സംസാരിക്കുക.
അപ്പം ഉച്ചയ്ക്ക് ഞങ്ങൾ ഭക്ഷണത്തിനിരുന്നപ്പോൾ ഇയാൾ ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞു, വെള്ളം കുടിക്കുന്നില്ല. നൈറ്റിൽ ഞങ്ങൾ ഒരുമിച്ച് ഡിന്നറിന് ഇരിക്കുകയാണ്. അപ്പോഴും ഇവൻ ഭക്ഷണം സ്കിപ്പ് ചെയ്യുക. ഞാൻ ചോദിച്ചാൽ എന്താ? ഇല്ല, ഞാൻ ഇനി ഡബ് ചെയ്ത് കഴിഞ്ഞിട്ടേ ഭക്ഷണം കഴിക്കുന്നുള്ളൂ. അപ്പോൾ അതായത് പിറ്റേ ദിവസം ഒരാൾ ഒരു 24 മണിക്കൂറിന് മേലെ ഭക്ഷണം കഴിക്കാതാണ് ഇയാൾ ആ വർക്ക് തീർത്തത്. കാരണം ശരീരം ഡ്രൈ ആകുമ്പോഴൊക്കെ കിട്ടാവുന്ന ഗുണം. അപ്പോൾ ആ ഡെഡിക്കേഷൻ ഈ സിനിമയിലുണ്ടായി, അടുത്ത സിനിമയിലും ഉണ്ടാവട്ടെ ആ ഡെഡിക്കേഷൻ എന്ന് ഞാൻ ആഗ്രഹിക്കുക. ഒപ്പം തന്നെ എനിക്ക് നമുക്ക് ജിതിന് ഉണ്ട് ഇവിടെ, മൂസമാഷുണ്ട്, ഇവരോടൊക്കെ നിങ്ങൾക്ക് സംസാരിക്കണേ. ഞാൻ ഈ പ്രസ് ക്ലബ്ബിലിരിക്കുമ്പോൾ എൻ്റെ ആദ്യ സിനിമയായ കാഴ്ച, തന്മാത്ര ആ സമയങ്ങളിലൊക്കെ വളരെ ധാരാളമായി ഇവിടെ വരികയും ഒരുപാട് പത്രപ്രവർത്തക സുഹൃത്തുക്കൾ എന്നോടൊപ്പം ആ സിനിമയോടൊപ്പം സഞ്ചരിച്ചിരുന്ന കാലഘട്ടം ഞാൻ ഓർക്കുകയാണ്. കാരണം അന്നൊക്കെ ഈ നവമാധ്യമങ്ങൾ ഇല്ലാതെ ഇരുന്ന പത്രവും ടി വിയും ഒക്കെ മാത്രമുണ്ടായിരുന്നൊരു സമയത്ത് ഒരു കലാകാരന് അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ടുള്ള ഒരു ഏക മീഡിയ എന്നുള്ള രീതിയിൽ ഒരുപാട് വലിയ പങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സംവിധായകൻ എന്നുള്ള രീതിയിൽ, ഒരു തിരക്കഥാകൃത്ത് എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് നന്ദിയും സ്നേഹവുമുണ്ട്. പഴയ മുഖങ്ങളെ പലരെയും കാണുന്നില്ല എന്നുള്ള അതും അതിശയിപ്പിക്കുന്നു. കാരണം കോഴിക്കോട് എന്നും ഞാൻ ഇവിടെ പ്രജിത്തിൻ്റെ അടുത്തൊക്കെ ഞാൻ പറയാമെന്ന് വെച്ചാൽ, ഞാൻ ആദ്യമായിട്ട് ഞാനൊരു എഴുത്തുകാരനല്ലാതിരുന്നൊരു സമയത്ത് ആദ്യമായി നിർബന്ധമായി എഴുതിപ്പോയ ഒരു പുസ്തകത്തിനെ തേടി അത് ആ തിരക്കഥയെ തേടി ഒരു പുസ്തകമാക്കാം എന്ന് പറഞ്ഞെൻ്റെ തിരുവല്ലയിലെ വീട്ടിലെത്തിയത് ശ്രീ നൗഷാദാണ്, ഒലിവ് ബുക്സിൻ്റെ. അപ്പോൾ അന്ന് തുടങ്ങിയതാണ് ഈ കോഴിക്കോടുമായിട്ടുള്ള എൻ്റെ ഒരു ഹൃദയബന്ധം. എന്നും കലാകാരന്മാരുടെ ഒരു ഈറ്റിലമായിരിക്കുന്ന ഈ നാട് കലയെയും സാഹിത്യത്തിനെയും ഒക്കെ ഒരുപാട്, സിനിമയും ഒക്കെ ഒരുപാട് നിങ്ങൾ നൽകുന്ന പ്രോത്സാഹനം. ഞാനിവിടെ സെക്രട്ടറി അടുത്ത് പറയുമായിരുന്നു, നമുക്ക് ഈ കേരളത്തിലെ കളക്ഷൻ നോക്കുമ്പോൾ ഈ നോമ്പ് കാലം ആയിട്ട് പോലും എറണാകുളത്തെ ഒരു കണക്കുകളുമായി കിടനിൽക്കുന്ന തരത്തിലാണ്. ചില സമയത്ത് ചില ദിവസങ്ങളിൽ എനിക്ക് തോന്നുന്നു കോഴിക്കോടാണ് എറണാകുളത്തിനേക്കാൾ മുന്നിൽ നിൽക്കുന്നത് എന്ന് പറയുന്നത് ഇവിടെ ഈ നാട് ഈ ചലച്ചിത്രത്തിനോട് കാണിക്കുന്ന വലിയൊരു സ്നേഹം തന്നെയാണ്. പ്രത്യേകിച്ച് കോഴിക്കോട്ടുകാരനായ മൂസക്കുട്ടി മാഷ് എൻ്റെ ഒരു കൈയായിട്ട് കൂടെ ഉണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് മാഷ് ഇങ്ങോട്ട് കയറിയിരിക്കുമായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഒരു ചലച്ചിത്രം, ഒരു സാഹിത്യം ഒരു സിനിമയാക്കുമ്പോൾ ഉണ്ടാകുന്ന ഭാഷയുടെ ഒരു പ്രശ്നമുണ്ട്. സാഹിത്യത്തിൽ നിന്ന്, വരികളിൽ നിന്ന് ദൃശ്യങ്ങളിലേക്ക് മാറുമ്പോൾ ഉണ്ടാകുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ. ഞാൻ എപ്പോഴും ബെന്യാമിൻ്റെ അടുത്ത്, ബെന്യാമിൻ ഈ അർബാബ് എന്നുള്ളത് ഞാൻ കഫീലാക്കി മാറ്റി എങ്കിലും ഈ കഫീൽ വിളിക്കുന്ന ചീത്തവിളികളും ഒക്കെ അദ്ദേഹം വളരെ രസകരമായി അല്ലെങ്കിൽ മൂർച്ചയേറിയ വാക്കുകൾ കൊണ്ട് മലയാളത്തിൽ നമ്മളോടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് അങ്ങനെ മലയാളത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഞാൻ മലയാളത്തിൽ എഴുതുന്ന ഡയലോഗുകൾ, പക്ഷേ നമുക്കറിയാം ഇതിൻ്റെ ഒരു കൾച്ചറുണ്ട്. പ്രത്യേകിച്ച് അറബി സംസാരിക്കുന്ന ആൾക്കാർ ഒരു വിഷയത്തിലേക്ക് കയറുന്നതിന് മുമ്പ് അവരുടേതായിട്ട് രണ്ടുപേർ കാണുമ്പം പോലും അവരുടെ സ്തുതികളുണ്ട്. സംസാരത്തിലേക്ക് കയറുന്നതിന് മുമ്പ് കുറേ അധികം കാര്യങ്ങൾ സംസാരിക്കും. അത് പക്ഷേ ഒരു കോമൺ ആയിരിക്കും. അപ്പോൾ അതൊരു കൾച്ചറിനെ ഓരോ പ്രദേശം, ഇപ്പോൾ സൗദിയിലുള്ള ആൾക്കാർ സംസാരിക്കുന്ന പോലല്ല യമനിലുള്ള ആൾക്കാർ സംസാരിക്കും. ഇങ്ങനെയുള്ള ഓരോ ഘട്ടത്തിൽ അപ്പം ഇതിനെയൊക്കെ കൃത്യമായി മനസ്സിലാക്കി അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്ത് ഒക്കെ എന്നോടൊപ്പം ഏറ്റവും കൂടുതൽ സഹകരിച്ച, അല്ലെങ്കിൽ സിനിമയെ അത്ര ഒരു വ്യക്തതയോടുകൂടി അവതരിപ്പിക്കാനായിട്ട് എന്നെ സഹായിച്ച ആളാണ് ശ്രീ മൂസക്കുട്ടി മാഷ് നിങ്ങളുടെ നാട്ടുകാരൻ തന്നെയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഓരോ ചെറിയ കാര്യങ്ങളും ഞാൻ അദ്ദേഹത്തിനോട് സംസാരിച്ചുകൊണ്ടാണ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. ഒരുപാട് ഒരു സാഹിത്യത്തിൽ നിന്ന്
സിനിമയിലേക്കുള്ള ദൂരം എത്രയാണ് എന്ന് ഇപ്പം ബെന്യാമിൻ പലപ്പോഴും പറയും, വെള്ളവും നീരാവിയും പോലെയാണ് എന്ന് പറയും. അപ്പം ഈ വെള്ളം കടന്ന് ചുട്ടു പൊള്ളണം 100 ഡിഗ്രിക്ക് മേലെ, അപ്പോഴോ ഇതൊരു നീരാവി ആകത്തുള്ളൂ. അങ്ങനെ ഒരു 100 ഡിഗ്രിക്ക് മേലെ ചുട്ടു പൊള്ളേണ്ട ഒരു വെള്ളമാണ് ഞാനെന്ന് എനിക്ക് പറയാനായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഈ സിനിമയുടെ ഒരു പ്രോസസ്സ് നടന്നത്. വളരെ സന്തോഷത്തോടുകൂടി ഈ സിനിമയെ ലോകമെമ്പാടും ഏറ്റെടുത്തു, അതിനെ മനസ്സിലാക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന ഒരു വേളയിലാണ് കോഴിക്കോട് ഈവൻ ഞങ്ങളുടെ മ്യൂസിക് AR റഹ്മാൻ്റെ മ്യൂസിക് ലോഞ്ചിൻ്റെ സമയത്ത് പോലും കോഴിക്കോട് നടത്തിയാലോ എന്നാണ് പലരും നമ്മളോട് പറയുകയും ആലോചിക്കുകയും ചെയ്തത്. കാരണം ഈ മണ്ണ് അത്തരത്തിലുള്ള ഒരു വലിയ കലാ ആസ്വാദകരുടെ ഒരു മണ്ണും കൂടെ ആയതുകൊണ്ട്. പക്ഷേങ്കിൽ പ്രാക്ടിക്കലി ഉള്ള മറ്റ് ചില ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ്. അതുകൊണ്ട് എന്നും നിങ്ങളുടെ സാന്നിധ്യം ഞങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നതാണ്. പൃഥ്വിരാജ് ഒരു സിനിമയുടെ ഷൂട്ടിങ്ങുമായിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് അദ്ദേഹം വരാതിരുന്നത്. അദ്ദേഹത്തിന് ഉള്ള സ്നേഹവും നിങ്ങളോട് അറിയിക്കുകയാണ്. ഇപ്പോൾ ബെന്യാമിൻ, ഞാൻ പറഞ്ഞുകൊണ്ടിട്ട് സിനിമയാണ് സംസാരിക്കേണ്ടത്. സിനിമ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ അതിനെക്കുറിച്ച് എന്തെങ്കിലും മറുപടികളായിട്ട് പറയുക എന്നുള്ള, അല്ലാതെ കൂടുതലായിട്ട് ഞാൻ സിനിമയെക്കുറിച്ച് സംസാരിക്കുന്നത് വീണ്ടും അബദ്ധമാകും എന്നുള്ളത് കൊണ്ട് ഞാൻ അത്തരത്തിൽ എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ബെന്യാമിൻ ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ കോഴിക്കോടിന് പുതിയ ആളല്ല. കഴിഞ്ഞ 10 വർഷമായി നിരന്തരമായി വന്നു പോയിക്കൊണ്ടിരിക്കുന്ന, നിരന്തരം പൊതുസമൂഹത്തിൽ സംസാരിച്ചു കൊണ്ടേയിരിക്കുന്ന, ഇവിടുത്തെ ലിറ്ററേച്ചർ ഫെസ്റ്റിവലുകളിലും സാഹിത്യോത്സവങ്ങളിലും ഒക്കെ വന്ന് നിങ്ങളോട് നിരന്തരം ഇൻട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. കോഴിക്കോടുമായി ഉള്ള എൻ്റെ ബന്ധമെന്ന് പറയുന്നത് നിശ്ചയമായിട്ടും എൻ്റെ ആദ്യ പുസ്തകം പ്രസിദ്ധീകരിച്ചത് ഇവിടെ തൊട്ടടുത്തുള്ള മൾബറി ബുക്സാണ്. മിഠായി തെരുവിലായിരുന്നു അവരുടെ ഓഫീസ്. ഒരുപക്ഷെ പുതിയ തലമുറയിലെ പലർക്കും അറിയില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഒരു കാലത്ത് മലയാള സാഹിത്യത്തെ ഏറ്റവും അധികം പരിപോഷിപ്പിച്ച, ഏറ്റവും അധികം എഴുത്തുകാരെ കൂട്ടിക്കൊണ്ടുവന്ന പ്രസാദ സ്ഥാപനങ്ങളിലൊന്നായിരുന്നു മൾബറി. അങ്ങനെ മൾബറിയാണ് എൻ്റെ ആദ്യ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. അന്ന് മുതൽ തുടങ്ങിയ ആത്മബന്ധം എപ്പോഴുമുണ്ട്. ആടുജീവിതം വന്നതിന് ശേഷം നിശ്ചയമായിട്ടും കഴിഞ്ഞ 16 വർഷമായി നിങ്ങളെല്ലാവരും അതിൻ്റെ ഒപ്പമുണ്ട്. വായനയ്ക്ക്, നിരൂപണങ്ങൾക്ക്, വിശകലനത്തിന്, വിമർശനത്തിനൊപ്പം എല്ലാം നിങ്ങൾ കൂടെ നിൽക്കുന്നുണ്ട്. ആ സഹകരണത്തിനെല്ലാം നന്ദി പറയുന്നു. ഇപ്പോൾ സിനിമ വന്നപ്പോൾ, സിനിമ വരുന്നു എന്നറിഞ്ഞപ്പോൾ മുതൽ മാധ്യമപ്രവർത്തകർ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള എല്ലാ പിന്തുണയും ഞങ്ങൾ ഹൃദയപൂർവ്വം ഓർക്കുകയാണ്. എല്ലാ ദിവസവും നിങ്ങളത് വാർത്തകളാക്കാൻ, ചാനലുകളിൽ ചർച്ചയാക്കാൻ ഒക്കെ നിങ്ങൾ വളരെയധികം ശ്രമിച്ചിട്ടുണ്ട്. ആ ഒരു സിനിമയ്ക്ക് കൊടുക്കേണ്ട ഗൗരവത്തോടു കൂടി നിങ്ങളത് കൈകാര്യം ചെയ്തു എന്നുള്ളത് ഞങ്ങൾ വളരെ സന്തോഷപൂർവ്വം ഓർക്കുന്നു. തുടർന്നും നിങ്ങളുടെ എല്ലാം സ്നേഹവും സഹകരണവും ഒക്കെ പ്രതീക്ഷിക്കുന്നു. വരും ദിവസങ്ങൾ കോഴിക്കോട് നമുക്കറിയാം, പെരുന്നാൾ കഴിയുന്നതോടുകൂടി കൂടുതൽ ആളുകൾ തിയേറ്ററിലേക്ക് വരാൻ സാധ്യതയുള്ള ഒരു കാലത്താണ്. അപ്പോൾ ഈ സിനിമയുടെ ഒരു ചരിത്ര പ്രാധാന്യം, അതിൻ്റെ ഒരു സാഹിത്യമൂല്യം, അതിൻ്റെ ഒരു സിനിമാ മൂല്യം, ദൃശ്യമൂല്യം ഒക്കെ പ്രേക്ഷകരിൽ എത്തിക്കാൻ നിങ്ങളെല്ലാവരും ഞങ്ങൾക്കൊപ്പം നിൽക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. അതായത് കോഴിക്കോട് പ്രസ് ക്ലബ് വലിയ സന്തോഷമുണ്ട്. ഇപ്പോൾ ഞാൻ കോഴിക്കോട്ടുകാരനാണ്. നാട് പെരുമണ്ണയാണ് എൻ്റെ കോഴിക്കോട്. അപ്പോൾ എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ പ്രസ് മീറ്റാണിത്. അതും എൻ്റെ നാട്ടിൽ നിന്ന് തന്നെ ആരംഭിക്കുന്നതിൽ അതിൽ അതിയായ സന്തോഷമുണ്ട്. അതാണ് എനിക്കിപ്പോൾ ഇവിടെ പങ്കുവെക്കാനുള്ളത്. ആൻഡ് ഓഫ് കോഴ്സ് ഈ ഒരു വലിയ സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിലും എനിക്ക് അതിയായ ഒരു അഭിമാനമുണ്ട്. ബാക്കി നമുക്ക് ഇൻട്രാക്ഷനിലൂടെ പറയാം അല്ലേ? നമസ്കാരം. ആൻഡ് ഇതും എൻ്റെയും ആദ്യത്തെ ഒരു പ്രസ് മീറ്റ് അനുഭവമാണിത്. അതും ഇങ്ങനെയൊരു സിനിമയുടെ ഭാഗമായിട്ട് അത് നടക്കുന്നു എന്നുള്ളതിൽ ഒരുപാട് സന്തോഷം. ആൻഡ് ഈ ഒരു പടത്തിൽ ഇത്രയും ഇതിൻ്റെ ഒരു ഞാൻ ഇതുവരെ ചെയ്തിരുന്ന ഈ ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞിരുന്ന പോലെ തന്നെ ഇതിൻ്റെ ഒരു മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് വളരെ അധികമാണ്. സോ എന്നെപ്പോലൊരു എന്താ പറയുക, ഒരു സിംഗറിന് എന്താ പറയുക, ഒരു ഡ്രീമാണത് ആക്ച്വലി. ഈ പടത്തിൽ ഇത്രയും എന്താ പറയുക ലെജൻഡറി സ്റ്റേറ്റസിലുള്ള ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളത്. ആൻഡ് നിങ്ങൾ ആ പാട്ടിനും ഈ പടത്തിനും തന്ന സ്നേഹത്തിനും ഒരുപാട് താങ്ക് യു. ആൻഡ് ബാക്കിയെല്ലാം നമുക്ക് ചോദ്യോത്തരം പോലെ ചെയ്യാം. എനിക്ക് തോന്നുന്നു ആ ഒരു കോൺസെപ്റ്റിൽ തന്നെ ഒരുപാട് കൺഫ്യൂഷനുണ്ട്.
കാരണം ഒരു പുസ്തകത്തിനെ നമ്മൾ ഒരു സിനിമയിലേക്ക്, ഒരു ലിറ്ററേച്ചറിനെ, സാഹിത്യത്തിനെ സിനിമയിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ഒരു പരിചയക്കുറവ് കൊണ്ടാണോ എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു അഡാപ്റ്റഡ് സ്ക്രിപ്റ്റ് എന്ന് പറയുമ്പം എൻ്റർലി ഡിഫറെൻ്റാണ്. ലോക സാഹിത്യങ്ങളൊക്കെയും, പ്രത്യേകിച്ച് ഷേക്സ്പിയറിയൻ സാഹിത്യങ്ങൾ ഒരുപാട്, മാക്ബെത്ത് മുതൽ ഇപ്പം കുറോസവ ത്രോൺ ഓഫ് ബ്ലഡ് എടുക്കുമ്പോൾ അതിൻ്റെ അകത്തെ ക്യാരക്ടറിൽ പോലും ഒരുപാട് വ്യത്യാസങ്ങൾ കൊണ്ടുവരാനുള്ളൊരു സ്വാതന്ത്ര്യം ഈ ചലച്ചിത്രകാരനുണ്ടാവും. അപ്പം എന്തുകൊണ്ടോ അറിയാതെ നിങ്ങൾ വായിച്ച പുസ്തകത്തിലെ ഓരോ ഏടുകളും അങ്ങനെ തന്നെ ഞാൻ എടുത്തു വെക്കണം എന്ന് പറയുമ്പോൾ ഞാൻ വളരെ ചെറുതായി പോകുന്ന പോലെയാണ് തോന്നുന്നത്. കാരണം നിങ്ങൾക്ക് എന്നിലെ കഴിഞ്ഞ 7 സിനിമ ഞാൻ നിങ്ങളോട് സംസാരിച്ചിട്ട് എഴുതിയിട്ടുള്ള ഒരാളാണ്. അപ്പം ഞാൻ കാണുന്നത്, ഞാൻ ഈ പുസ്തകത്തിനെ സമീപിച്ചപ്പോൾ ബെന്യാമിൻ പറയാത്ത കാര്യങ്ങൾ എന്തൊക്കെ ഉണ്ടാകും, അല്ലെങ്കിൽ പറയാത്ത ആംഗിളുകൾ എന്തൊക്കെ ഉണ്ടാകും എന്നുള്ള രീതിയിലാണ് ഞാൻ അതിനെ സമീപിച്ചത്. എന്നാൽ എങ്കിൽ മാത്രമേ അതിനൊരു പുതിയൊരു അനുഭവം ഉണ്ടാകത്തുള്ളൂ. അല്ലെങ്കിൽ അതിലെ നിങ്ങളുടെ മനസ്സിലൊരു സിനിമയുണ്ട്, അല്ലെങ്കിൽ ഇത് വായിച്ചിട്ടുള്ള 5-10 ലക്ഷം ആൾക്കാരുടെ മനസ്സിൽ സിനിമയുണ്ട്. ആ മനസ്സിലുള്ള സിനിമ നിങ്ങൾ തന്നെയാണ് എഡിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ലാഗ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ സമയത്തിനനുസരിച്ചായിരിക്കും നിങ്ങൾ ചെയ്യുന്നത്. അതുതന്നെ നിങ്ങൾ ചെയ്യുന്നതായതുകൊണ്ട് നിങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടതുമാകും. അതിനപ്പുറമായിട്ടുള്ളൊരു ടെല്ലിങ് എന്ന് പറയുന്നത് അല്പം ദുഷ്കരമാണ്. കാരണം എന്നെക്കാൾ മെച്ചം വേറൊരാൾ ചെയ്യുന്നു നമ്മൾ അംഗീകരിക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് പ്രയാസം. അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു സമീപനം എന്ന് പറയുന്നത് പുതുതായിട്ട് എന്ത് സംസാരിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഫോക്കസ് ചെയ്ത്, ബാക്കിയൊക്കെ കഥയുടെ ഒരാളെ പ്ലേസ് ചെയ്യുന്നതുമായിട്ട്, ഈ അതിജീവനത്തിനായി ഒരാൾ മരുഭൂമിയിലേക്ക് എത്തപ്പെടുന്നു, അയാൾ ചതിക്കപ്പെടുന്നു, അയാളുടെ സാഹചര്യങ്ങൾ മോശമാകുന്നു, അയാൾക്ക് സംസാരിക്കാനും ഭക്ഷണം കഴിക്കാനും മറ്റു തരത്തിലുള്ള വീടുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു വലിയൊരു യാതനയുണ്ട്. ആ യാതന എന്ന് പറയുന്നതാണ് അതിൻ്റെ ഒരു സ്റ്റോറിയുടെ മെയിൻ നറേഷൻ എന്ന് പറയുന്നത്. അവിടെ ഉണ്ടായ ഓരോ ദിവസങ്ങളെന്ന് പറയുന്നത് ചിലപ്പോൾ എഴുതപ്പെടാത്തതും കൂടുതൽ കാര്യങ്ങളാവാം. അപ്പം ഞാൻ ഏറ്റവും ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ബെന്യാമിൻ്റെ പുസ്തകത്തിൽ പോച്ചക്കാരി രമണിയും ശങ്കരാടിയും മോഹൻലാലും EMSും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചുറ്റുപാടുകളിൽ അദ്ദേഹം പരിചയപ്പെട്ടിട്ടുള്ള ആൾക്കാരുടെ പേര് വെച്ച് ആടുകളുമായിട്ട് സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ നറേറ്റ് ചെയ്തുകൊണ്ട് വന്നിരിക്കുന്ന ഈ നജീബിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു മാനസിക നിലയിലേക്ക് പോയാൽ, ആ ഒരു സീൻ കഴിയുമ്പോൾ അതിൻ്റെ അടുത്ത സീൻ, ഇതിൻ്റെ ഒരു സിനിമയ്ക്കൊരു തുടർച്ച ആവശ്യമാണ്. ഈ മാല കോർക്കുമ്പം പോലെ തന്നെ പല വലിപ്പത്തിലുള്ള കല്ലുകൾ വെച്ച് നമ്മൾ മാല കോർക്കാറില്ലല്ലോ. അപ്പം അതേസമയം അദ്ദേഹത്തിന് ഒരു ചാപ്റ്ററിൽ ഒതുക്കാം. ഒരു ചാപ്റ്റർ കഴിയുമ്പോൾ അടുത്ത ചാപ്റ്റർ ഇതിലും വളരെ തീവ്രമായ അനുഭവങ്ങളെക്കുറിച്ച് സംസാരിക്കുക. പക്ഷേ ഇത് രണ്ടും കൂടെ കൂട്ടിച്ചേർക്കുന്ന ഒരു പ്രക്രിയയുണ്ട്. അപ്പോൾ സിനിമയ്ക്ക് അങ്ങനെ കഥ പറയുമ്പോൾ നിങ്ങൾ കാണുന്ന ഒരു സീനിൻ്റെ എഫക്റ്റ് ഉണ്ടാകുന്ന ചിലപ്പോൾ അടുത്ത സീനിലേക്കുള്ള യാത്രയിലായിരിക്കും നിങ്ങളുടെ മനസ്സിലൂടെ സഞ്ചരിക്കുന്നത്. അപ്പോൾ ആ സഞ്ചാരം ഉണ്ടായില്ലെങ്കിൽ അത് ഓരോന്നും ഇങ്ങനെ സെപ്പറേറ്റ് കട്ടായിട്ട് നിൽക്കും. അല്ല ഞാൻ നിങ്ങളോട് ക്ലാസ് എടുക്കുമല്ല അതിനെക്കുറിച്ച്, ഞാൻ എൻ്റെ ഒരു എക്സ്പ്രഷൻ ഞാൻ പറയുമായിരുന്നു. അത് എന്തുകൊണ്ടോ ഇത്തരത്തിലുള്ളൊരു പഠനങ്ങളൊന്നും ഞാൻ വളരെ തയ്യാറാണ്. ഇത് മനസ്സിലാക്കേണ്ട വിദ്യാർത്ഥികളുടെ അടുത്ത് ഞാൻ അനുഭവിച്ചത് ഏറ്റവും എൻ്റെ അതിജീവനം എന്ന് പറഞ്ഞാൽ, എനിക്ക് ഈ പുസ്തകത്തിനെ ഒരു സ്ക്രിപ്റ്റ് ആക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചത് കാലഘട്ടമാണ്. ഞാൻ ഏറ്റവും ആദ്യം മരുഭൂമിയിലെ വെയിലിൽ വാടിത്തളർന്ന് ഞാൻ കിടന്നൊക്കെ ഉറങ്ങിയിട്ടുണ്ട്. അതിനേക്കാളും ഞാൻ അനുഭവിച്ചിട്ടുള്ളത് എൻ്റെ ഏകാന്തതയിൽ എങ്ങനെ ഇത് ഈ പറഞ്ഞിട്ടുണ്ട് കുറ്റമറ്റ ഒരു സ്ക്രീൻ പ്ലേ ആക്കുക എന്ന്. കാരണം എനിക്കിതിൻ്റെ റിസർച്ച് ആവശ്യമാണ്. പുസ്തകത്തിൽ അതുപോലെ മനോഹരമായ, ഞാൻ എപ്പോഴും ഓർക്കുകയും എവിടെയും പറയുന്ന ഒരു കാര്യമാണ്, ഒരു വടിയുടെ നിഴൽ പോലും ഇല്ലാത്ത ഇടമെന്ന് പറയുന്നത്. ഭയങ്കര രസകരമായ ഒരു ഭാഷയുടെ അതുണ്ടാകുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ചൂടും പൊള്ളലും ഒക്കെ ശരിയാണ്. പക്ഷേ അങ്ങനെ നമ്മുടെ നിഴലുകൾ തന്നെ നമുക്കുണ്ടാവില്ലേ എന്ന് പറയുന്ന അവസ്ഥയുണ്ടല്ലോ. അപ്പോൾ അവിടെ കാണുന്ന എല്ലാ ആടുകളുടെ നിഴലുകൾ, അപ്പോൾ ഇങ്ങനെ അപ്പോൾ ഒരു മസറ ഉണ്ടെങ്കിൽ മസറയ്ക്ക് ഒരു സൈഡ് നിഴലല്ലേ എന്നൊക്കെ പറയുന്ന ഒരു പ്രാക്ടിക്കൽ സാധനമുണ്ട്.
അപ്പം ഇങ്ങനെയുള്ള ഓരോ കാര്യത്തിലും ഈ ബദുവിൻ്റെ അറബിയുടെ ഓരോ ചേഷ്ടകളിലും ഒക്കെ ഈ പറയുന്ന പോലുള്ള അത് റിയലിസ്റ്റിക്കായിട്ടാണ് നമ്മൾ ഈ ആൾക്കാരെ സിനിമയിൽ പ്രസൻറ്റ് ചെയ്യേണ്ടത്. അപ്പം തിരക്കഥയിലും ഒക്കെ അത്തരത്തിലാണ് അതിനുവേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. ഇപ്പം മറ്റൊരു കാര്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പുസ്തകത്തിൽ നിന്ന് കൂടുതലായി സംസാരിച്ചിട്ടുള്ള ഈ ഡെസേർട്ട് ക്രോസിംഗ് ആണ്. അപ്പോൾ എന്നെ ഏറ്റവും അധികം ഈ സിനിമ ഒരു ഇൻ്റർനാഷണൽ സിനിമയുടെ തലത്തിലേക്ക് എത്തിക്കുവാനായിട്ടുള്ള സാധ്യത തോന്നിയതും അത് തന്നെയാണ്, വളരെ വെരി ബിഗിനിങ് തന്നെ. കാരണം ഒരു പൂരക്കാഴ്ച കാണുന്ന ലാഘവത്തോടുകൂടിയാണ് തുടക്ക ദിവസങ്ങളിൽ ഇവർ ഡെസേർട്ടിൽ കൂടെ സഞ്ചരിച്ചിരുന്നത്. ഒരു ഫാൻറ്റസിയുടെ ഒരു മാജിക്കൽ റിയലിസത്തിൻ്റെ സ്വഭാവം വരുന്ന തരത്തിലാണ് ബെന്യാമിൻ പുസ്തകത്തിൽ അങ്ങനെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സിനിമയിൽ അതുവരെ ഒരു റിയലിസ്റ്റിക്കായിട്ട് പറഞ്ഞുകൊണ്ട് പോയിരിക്കുന്ന ഒരു കഥയിൽ ഒരു മാജിക്കൽ റിയലിസം പെട്ടെന്ന് ചെയ്യാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ നിങ്ങളത് വിശ്വസിക്കാൻ അവിശ്വസനീയമായ രീതിയിൽ അത് ഭയങ്കര ജർക്ക് ചെയ്യുന്നൊരു കാര്യം. പക്ഷേ അന്നേരം പിന്നെ എങ്ങനെയാണ് ഈ അതിലേക്ക് പോകുന്നത്? ആ ഡെസേർട്ട് ക്രോസിംഗ് ആണ് ഏറ്റവും അധികം എനിക്ക് പുസ്തകത്തിൽ നിന്ന് മാറി ചെയ്യുക എന്ന്. പിന്നെ ആടുകളുമായിട്ട് നേരത്തെ ഞാൻ പറയുമ്പോൾ ഇടയ്ക്ക് എഡിറ്റ് ചെയ്യപ്പെട്ടു പോകുന്ന പോലെ തോന്നുന്നു. ഈ ആടുകളുടെ പേര് പറഞ്ഞു സംസാരിക്കുന്നു എന്ന് പറയുന്ന ഒരു സീനിനെ ഞാനൊരു സിനിമയിൽ കാണിക്കുമ്പോൾ നായക കഥ അല്ലെ വാട്ടവർ മേബി നജീബ് ആരുമായിട്ട് സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആൾക്കാർക്ക് ചിലപ്പം ഭയങ്കര ഒരു കൂക്കൽ വരെ വരാവുന്ന തരത്തിലേക്ക് വരാം അങ്ങനൊരു കാര്യങ്ങൾ. എന്ന് വെച്ചാൽ അതല്ലെങ്കിൽ അതിൻ്റെ തുടർച്ചയായിട്ട് വീണ്ടും സീനുകൾ ഉണ്ടാവണം. പക്ഷേ അതിനേക്കാൾ ഞാൻ വളരെ പുസ്തകത്തിലില്ലാത്ത തരത്തിൽ ഞാൻ എൻ്റേതായിട്ട് ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഒരു സീനാണ് ഈ ഇദ്ദേഹത്തിന് ആടുകളുടെ ഇടി കൊണ്ടിട്ട് തല കറങ്ങി നടക്കാൻ വയ്യാതെ എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം എന്ന് പറയുമ്പോൾ ഒരു കുഞ്ഞ് ആട്ടിൻകുട്ടി വന്നിട്ട് കരയുകയും ആ കരഞ്ഞ ആട്ടുകുട്ടി മറ്റാടുകളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യപ്പെടുന്നതിൻ്റെ ഒരു ആത്മീയതയുണ്ട്. ഭയങ്കര മനുഷ്യന് ഇല്ലാത്ത വലിയൊരു നന്മയുടെ ഒരു അംശമുണ്ട്. അപ്പം ഞാനങ്ങനെയാണ് വിശ്വസിക്കുന്നത്. ഈ മനുഷ്യനെയും മൃഗങ്ങളെയും ഒക്കെ ഈ സ്പേസിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഈശ്വരൻ്റെ ഒരു തമ്പുരാൻ മുകളിൽ നിന്ന് നോക്കുമ്പോൾ നമ്മളൊക്കെ ഓരോ കൃമികളാണെന്ന് തോന്നുന്ന ഒരു ഫിലോസഫി ഉണ്ടല്ലോ. അപ്പം ആ ആടിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് കരയുന്നിടത്ത് ഈ ആടുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ട് കാണാൻ പറ്റുന്നില്ല? അതിനോട് സംസാരിക്കേണ്ട ആവശ്യമാണ്. ഇത് എൻ്റേതെന്ന് എന്നെ തിരിച്ചറിയുന്ന മനസ്സെന്ന് പറയുന്ന തരത്തിലേക്ക് അത് ആ രീതിയാണ് ഞാൻ അതിനെ അങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സ്വാതന്ത്ര്യങ്ങളെല്ലാം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ആ സ്വാതന്ത്ര്യങ്ങൾ ഉപയോഗിക്കാൻ ഞാൻ നേരത്തെ തന്നെ എഴുത്തുകാരൻ്റെ അടുത്തുനിന്ന് പെർമിഷനും വാങ്ങിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എത്രത്തോളം നീതി എന്ന് പറയുന്ന ഒരു സാധനമില്ല. ആ സിനിമയിൽ നിന്ന് ഉൾക്കൊണ്ട ഒരു അഡോപ്റ്റഡ് ആയിട്ടുള്ള ഒരു സ്ക്രീൻ പ്ലേ എന്നും സിനിമയെന്നും കരുതിയാൽ നന്നായിരിക്കും. സിനിമ ഇറങ്ങിയതിന് ശേഷമാണ് മലയാളത്തിലെ ബഹുഭൂരിപക്ഷം ആൾക്കാരും ഇങ്ങനൊരു കഥയുണ്ടെന്ന് അറിഞ്ഞതെന്നാണ് അതിൻ്റെ ഒരു പ്രശ്നം. ഒത്തിരി പേര് വായിച്ചു എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ പോലും യഥാർത്ഥത്തിൽ 2.5 ലക്ഷം കോപ്പി വിറ്റെങ്കിൽ ഒരു പുസ്തകം 4 പേര് വായിച്ചെന്ന് വിചാരിച്ചാലും 10 ലക്ഷം പേര് വായിച്ചെന്ന് നമുക്ക് അങ്ങ് അസ്യൂം ചെയ്യാം. എങ്കിൽ പോലും മൊത്തം മലയാളി സമൂഹത്തിൻ്റെ വളരെ വളരെ ചെറിയ പെർസെൻറ്റേജ് മാത്രമാണ് വായിക്കപ്പെട്ടത്. നമ്മളെല്ലാവരും വായിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് തോന്നുന്നതാണ് ഇതൊരു പരക്കെ വായിക്കപ്പെട്ട കൃതിയാണ് എന്ന്. അതിന് പുറത്തുള്ളവർ ആദ്യമായി കഥയെ കുറിച്ച് കേൾക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള കൺഫ്യൂഷനാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഒരാളൊരു ജീവിതം കേൾക്കുന്നു, ഒരു ജീവിതത്തിൽ എന്ന് പറയുമ്പോൾ അത് അതുപോലെ പകർത്താനല്ല അയാൾ കഥ എഴുതുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ജീവചരിത്രം ആണ് എഴുതേണ്ടത്, അല്ലെങ്കിൽ അയാൾ ആത്മകഥയാണ് എഴുതേണ്ടത്. അതിനപ്പുറത്തു നിന്ന് ഇപ്പോൾ ബ്ലസ്സി സാറ് നോവൽ വായിച്ചപ്പോൾ എങ്ങനെയാണോ തൻ്റെ ഭാവനകൾ വർക്ക് ചെയ്തത് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും ഒരു കഥ കേൾക്കുമ്പോൾ. ഞാൻ എപ്പോഴും പറയുന്നൊരു ഉദാഹരണം ഇതുമായി ബന്ധപ്പെട്ടല്ല. എൻ്റെ പോസ്റ്റ്മാൻ എന്ന് പറഞ്ഞൊരു കഥയുണ്ട്. ആ പോസ്റ്റ്മാൻ എന്ന് പറയുന്ന കഥ യഥാർത്ഥത്തിൽ പത്രത്തിൽ വന്ന ഒരു കുഞ്ഞു കോളം വാർത്തയാണ്. യൂറോപ്പിൽ ഒരു പോസ്റ്റ്മാൻ 1000-ലധികം മോഷ്ടിക്കപ്പെട്ട കത്തുകളുമായി പിടികൂടി. പോസ്റ്റ്മാൻ എന്ന് പറയുന്ന ആൾ കത്ത് മോഷ്ടിച്ച് വീട്ടിൽ വെക്കാൻ പാടില്ല എന്നുള്ളതാണ് ഒരു ചെറിയ കോളം. പക്ഷേ അതിനെയാണ് നാട്ടിൽ ഒരു പോസ്റ്റ്മാൻ ഇങ്ങനെ കത്ത് മോഷ്ടിച്ചാൽ എന്ത് സംഭവിക്കും, പല കാര്യങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയൊക്കെ ഇടപെടുമെന്നുള്ളൊരു സുദീർഘമായൊരു കഥയായിരുന്നു. അത്രയേ ഉള്ളൂ ജീവിതം, നമുക്ക് അത്രയും മതി. അതിൽ നിന്ന് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകുന്ന ഏരിയകളാണ് ബാക്കിയെല്ലാം എന്ന് പറയുന്നത്. അത് പലർക്കും മനസ്സിലായിട്ടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിനകത്ത് കൺഫ്യൂഷൻ. അതൊരു എഴുത്തുകാരൻ്റെ സ്വാതന്ത്ര്യമാണ്. സിനിമ എടുക്കുക എന്ന് പറയുന്നത് സംവിധായകൻ്റെ സ്വാതന്ത്ര്യമാണ്.
അത് ആ ഊർജ്ജങ്ങൾ പരസ്പരം എങ്ങനെ കൈമാറുന്നു എന്ന് മാത്രം മനസ്സിലാക്കിയാൽ ആ കൺഫ്യൂഷൻ മാറുമെന്നുള്ളതാണ്. വായനക്കാർക്ക് കൺഫ്യൂഷൻ ഇല്ലായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. വായനക്കാർ ഈ പറഞ്ഞില്ലേ, കഴിഞ്ഞ 10-16 വർഷമായി നമ്മളിവിടെ ഉണ്ട്. ഒരിക്കലും ഒരു പത്രസമ്മേളനത്തിലോ ഇവിടെ നടക്കുന്ന ലിറ്ററേച്ചർ ഫെസ്റ്റുകളുടെ ആയിരക്കണക്കിന് ആളുകൾ വരുന്ന വേദിയിലോ ഒന്നും ഒരു തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയർന്നിട്ടേ ഇല്ല. അത് വായനാ സമൂഹത്തിന് പുറത്തുള്ള സമൂഹത്തിൻ്റെ ഒരു കൺഫ്യൂഷൻ മാത്രമായിട്ട് നമ്മൾ കണ്ടാൽ മതി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ല, ഈ ശതമാനക്കണക്ക് ചോദിക്കുന്നതാണ് ഏറ്റവും മണ്ടത്തരം എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ അവരോട് അങ്ങനെ തന്നെ പറയും, ഇത്ര ശതമാനമേ ഉള്ളൂ എന്ന് പറഞ്ഞ് അതിനെ ഒന്ന് പരിഹസിക്കാവുന്നത് തന്നെയാണ്. അത് യഥാർത്ഥത്തിൽ ആ കണക്ക് അങ്ങനെ ഞാൻ ഓർത്ത് വെച്ചേക്കല്ലേ, 30% അളവ് ഇത് കറി ഉണ്ടാക്കുകയൊന്നുമല്ലല്ലോ 30% എന്ന് പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ചോദിക്കുന്നവരുടെ ശരി 30, 70 ഇതാണ്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് തിരിച്ചു ചോദിക്കാനല്ലേ ഒരു എഴുത്തുകാരന് പറ്റത്തുള്ളൂ. അങ്ങനെ ശതമാനക്കണക്കൊന്നും പറയില്ലെന്ന്. കാരണം നമ്മുടെ ഓർമ്മകൾ നമ്മളുടെ ഒക്കെ ഇവിടെ കിടക്കുകയാണ് എഴുതുന്നത്. ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു, സിനിമയിലും നോവലിലും ഉള്ള ഒരു സാധനമാണ് ഈ റോഡിൽ, നിങ്ങൾ പലരും സിനിമ കണ്ടു കഴിഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത്, റോഡിൽ എത്താറാകുമ്പോഴത്തേക്ക് വണ്ടിയുടെ ഒരു എരപ്പ് കേൾക്കുന്ന ഒരു ഇതുണ്ട്. അത് എൻ്റെ നോവലിൽ പറയുന്നത് ടാർ റോഡിൽ ചക്രങ്ങൾ വരുമ്പോൾ, ഹൈവേയിലൂടെ പോകുമ്പോൾ ഉള്ള ചക്രങ്ങളുടെ മുരൾച്ച എന്ന് പറയുന്ന ഒരു ശബ്ദമാണ് നമ്മൾ കേൾക്കുന്നത്. നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും ആ ശബ്ദം. അത് എൻ്റെ ബാല്യത്തിൽ നിന്ന് ഞാൻ എടുത്തുകൊണ്ട് പോയത്. എൻ്റെ ഫാദർ ടാക്സി ഡ്രൈവറായിരുന്നു. അപ്പോൾ അദ്ദേഹം യാത്ര പോയിട്ട് തിരിച്ചു വരുന്നത് ഒരു വീട്ടിൽ, അന്ന് മൊബൈലൊന്നും ഇല്ലല്ലോ, വീട്ടിൽ ഇങ്ങനെ കാത്തു കിടക്കും, അച്ഛൻ വന്നോ എന്നിങ്ങനെ ഓർത്ത്. അപ്പം നമ്മുടെ ഒരു 700 മീറ്റർ അകലെയാണ് ഹൈവേ കടന്നു പോകുന്നത്. ആ ഹൈവേയിലൂടെ കടന്നു പോകുന്ന ലോറികളുടെ ശബ്ദം എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനൊരു സിറ്റുവേഷന് വരുമ്പോൾ നമ്മളുടെ ഓർമ്മയിൽ നിന്നൊരു സാധനത്തെ പൊക്കിയെടുത്തുകൊണ്ട് ഇവിടെ കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് എത്ര ശതമാനം നമുക്ക് അതിനകത്ത് പറയാൻ പറ്റും? അല്ലെങ്കിൽ നജീബ് പറയുന്ന കഥയിൽ ഞാൻ മരുഭൂമിയിലൂടെ ഓടി തളർന്ന് അവശനായി വെള്ളം കുടിക്കാനാവാതെ 2 ദിവസം കൊണ്ടാണ് ഞാൻ പുറത്ത് വന്നത്. എന്ത് സാറേ ഒന്നും പറയണ്ട, അതൊരു കഥയായിരുന്നു എന്ന് പറഞ്ഞാൽ അതിനെ പിന്നെ വികസിപ്പിച്ച് 7 അധ്യായങ്ങളുള്ള 8 അധ്യായങ്ങളൊന്നായി മാറ്റുക എന്നുള്ളതാണ് എഴുത്തുകാരൻ്റെ. അപ്പോൾ അതിനകത്ത് എങ്ങനെ നമുക്ക് ശതമാനക്കണക്ക് പറയാൻ പറ്റും? ആ ചോദിക്കുന്നവരോട് ഇങ്ങനെ കണക്ക് പറഞ്ഞവരെ അങ്ങനെ തന്നെ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്, അല്ലാതെ മറ്റൊന്നുമില്ല. അതങ്ങനെ ശതമാനം അങ്ങനെയൊന്നും അല്ല സത്യത്തിൽ കണക്ക് കൂട്ടേണ്ടത്. നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ ബാക്കിയായിട്ട് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഈ റോഡിലേക്ക് ഉള്ള യാത്ര എന്ന് പറയുന്നത്, ഇപ്പോൾ പലപ്പോഴും ഇവരുടെ ഒരു യാത്രയുടെ ഒരു ഘട്ടമാകുമ്പോൾ ഇവർക്ക് ആദ്യം ചോദിക്കുന്നുണ്ട് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്, റോഡ് ഒന്നും കാണുന്നില്ലല്ലോ എന്ന്. പിന്നീട് ആ യാഥാർത്ഥ്യം മനസ്സിലാകുന്ന അവസ്ഥയുണ്ടല്ലോ. പലപ്പോഴും നമ്മളൊരു ലൈവായിട്ട് നിൽക്കുമ്പോഴാണ് നമുക്ക് ഈ കണ്ണിൽ നോക്കി പോലും സംസാരിക്കാൻ പറ്റുന്നത്. പിന്നീട് ഒരു നിസ്സഹായതയുടെ നിസ്സംഗതമായ അവസ്ഥയിൽ നമ്മളിനി എവിടെയും എത്തില്ല എന്നുള്ളൊരു തീരുമാനം ആകുമ്പോൾ എവിടെ കടന്ന് മരിക്കണമെന്നുള്ളൊരു പോലെയുള്ളൊരു യാത്രയാണ്. അപ്പോൾ ഇത് വളരെ കോംപ്ലിക്കേറ്റഡായിട്ട് ഈ ആർട്ടിസ്റ്റുകൾ ബിഹേവ് ചെയ്യേണ്ടതുപോലെയുള്ള കാര്യങ്ങൾ. പക്ഷെ ഇത്തരം കാര്യങ്ങൾ നമുക്ക് ചിലപ്പോൾ സാഹിത്യത്തിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റാതെ വരും. ഒപ്പം തന്നെ ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒരു ബോട്ടിലുണ്ടാവുക, അതിനകത്ത് വെള്ളം, ഇതൊക്കെ ഈ പറഞ്ഞതിൻ്റെ തൊട്ട് എനിക്കങ്ങനെ തോന്നിയപ്പോൾ ഈ അടുപ്പ് കല്ലുകൾ കണ്ടു എന്നാണ്, ഇഷ്ടിക കല്ലുകൾ കണ്ടു, അടുപ്പ് കൂട്ടിയ കല്ലുകൾ അവിടെ ഒയാസിസ് കണ്ടെന്നാണ് ബെന്യാമിൻ എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ ഇഷ്ടിക എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ലല്ലോ, പോയാൽ ഭംഗി അല്ല. എനിക്ക് അവിടെയാണ് അറിയാതെ നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഒരു കോളയുടെ ബോട്ടിലുണ്ടായാൽ അപ്പോൾ ഇത് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ചെറുതായിട്ട് തോന്നുന്നുണ്ട്. കാരണം ഇത് ഞാൻ പറയേണ്ടി വരുന്ന അവസ്ഥ എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെയും കൂടെ ഉണ്ടല്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്നൊരു സംഗീതം ഉണ്ടാക്കാൻ പറ്റുമോ, അതിൽ നിന്ന് ഒരാളുടെ ആത്മാവിനെ, അതായത് ഇത് എറിഞ്ഞു കളയുമ്പം വീണ്ടും അതിലൂടെ കാറ്റ് കയറുമ്പം ശബ്ദം ഉണ്ടാകുകയും താൻ പിരിഞ്ഞ കൂട്ടുകാരൻ്റെ ഒരു ഓർമ്മ പോലെ ആ കുപ്പിയെ ചേർത്ത് പിടിക്കുകയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹക്കീം മരിക്കുമ്പോഴും അങ്ങനെയാണല്ലോ, അവനെ കൂടെ കൊണ്ടുപോകാം എന്നല്ല പറയുന്നത്. അയാൾ ഈ അവിടുന്ന് വീട്ടിൽ മസ്രയിൽ നിന്ന് പോകുമ്പം വളരെ അറ്റുപോയ ആ ബാഗ് കൊണ്ടും എങ്ങനെ കളയുന്നതെന്നല്ല പറയുന്നത്. ഇതൊക്കെ മനുഷ്യൻ്റെ ഒരു ജീവിതത്തിനോടുള്ള ഒരു വലിയ കൊതിയാണ് അല്ലേ. അങ്ങനെയാണല്ലോ നമ്മളെപ്പോഴും ചേർത്ത് വെക്കുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ളതിൻ്റെ ഒരു ഡീറ്റെയിലിംഗാണ് നമ്മൾ ഈ നജീബിലേക്ക് എത്തിക്കാൻ പറഞ്ഞത്. അപ്പം ഇത് എൻ്റെ ഒരു 3ാമത്തെ ജനറേഷനിലാണ് ഈ നജീബിനെ എനിക്ക് കിട്ടുന്നത്. കാരണം ജീവിച്ചിരിക്കുന്ന ഷുക്കൂർ എന്ന നജീബ്, അദ്ദേഹം പറഞ്ഞു കൊടുത്ത കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി എഴുതിയ ബെന്യാമിന്
ബെന്യാമിൻ പറഞ്ഞതിൽ നിന്ന് ഞാൻ ഉൾക്കൊണ്ട ഇന്നിപ്പോൾ ഇതൊക്കെ തമ്മിൽ ഒത്തിരി കോയിൻസിഡൻസ് വരാം. ഞാൻ ഇന്നലെ ഞാൻ നജീബിൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടപ്പം ഈ പൃഥ്വിരാജ് ഈ പാൻ്റ് ഇട്ടിട്ട് ലൂസായിട്ട് ഇത് കിട്ടുന്നതിനെക്കുറിച്ച് പുള്ളിയുടെ ഒരു അനുഭവമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അടുത്ത് ഇതുവരെ ആരും ഈ കാര്യം പറഞ്ഞു തന്നിട്ടില്ല. ഞാൻ ഷുക്കൂറുമായിട്ട് ഇത് സംസാരിച്ചിട്ടുമില്ല. പിന്നെ അവിടെ ഒരു ചരട് വെച്ച് കെട്ടുന്നു എന്ന് പറയുന്ന അത് ബെന്യാമിൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളൊരു കാര്യം കൂടാണ്. അപ്പം ഇതിങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇപ്പം നിങ്ങൾ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ നിങ്ങളാണത് എഴുതുമ്പോഴും നിങ്ങളുടേതായിട്ടുള്ള ഒരു ഭാവന കയറി വരിക എന്നുള്ളതാണ് ഒരു 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 എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ടത്. അപ്പം ഇതിന് ഞങ്ങൾക്കാർക്കും തമ്മിൽ ഒരു പരസ്പരം യാതൊരു തർക്കവുമില്ല. അനാവശ്യമായ വെറും അനാവശ്യമായ ഇത് ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് വരുമ്പോൾ അതല്ലാതെ മറ്റൊരു രൂപത്തിലേക്ക് എത്തുന്നു എന്ന് പറയുമ്പോഴാണ് അതിൻ്റെ ഭംഗിയല്ലേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതല്ലെന്നുണ്ടെങ്കിൽ നജീബിൻ്റെ ഒരു ജീവിതത്തിൻ്റെ അയാളുടെ അതിജീവനത്തിൻ്റെ ഒരു ഡോക്യുമെൻ്ററി ആയിട്ട് അതിനെ യഥാർത്ഥമായി എഴുതി വെക്കുന്ന ഒരു പുസ്തകവും അത് സിനിമ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഡോക്യുമെൻ്ററി ആയിട്ട് മാറുകയൊക്കെ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവിടെ യാതൊരു രീതിയിലുള്ളൊരു ഭംഗി കല എന്ന് പറയുന്ന ഒരു സൗന്ദര്യം ഉണ്ടാകാതെ പോകുന്നുണ്ട്. അപ്പം അത് ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നിടത്ത് വീണ്ടും ഇത്തരം കാര്യങ്ങൾ നമ്മളെ ഒരുപാട് പ്രയാസം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. ഇത് 2010 കേരള സാഹിത്യ അക്കാദമി 2009 അവാർഡ് കിട്ടിയതിന് ശേഷം ഞാൻ മാതൃഭൂമി വീക്കിൽ എഴുതിയിട്ടുള്ളൊരു വലിയ ലേഖനമുണ്ട്. ആടുജീവിതത്തെക്കുറിച്ച് മാത്രം എഴുതിയിട്ടുള്ള എൻ്റെ മുഖചിത്രം എൻ്റെയും ഷുക്കൂറിൻ്റെയും കൂടെ ഫോട്ടോ വെച്ചിട്ടാണ് മാതൃഭൂമി വരുന്നത്. അതിനകത്ത് കൃത്യമായി പറയുന്നുണ്ട്, അജീബ് പറഞ്ഞിട്ടുള്ളത് എല്ലാം കൂടെ കൂട്ടിച്ചേർത്താൽ 10 പേജിനകത്ത് വെക്കാവുന്ന ഒരു സാധനമാണെന്നും ഞാൻ അതിനെ ഇത്രയും രീതിയിൽ വികസിപ്പിച്ചെടുത്തിട്ടുണ്ടെന്നൊക്കെ കൃത്യമായി പറയുകയും എത്ര ഫിക്ഷൻ ഉണ്ടെന്നും എത്ര ഇതുണ്ടെന്നൊക്കെ അന്ന് 2010 പറഞ്ഞതാണ്. 2024 മലയാളികൾ വീണ്ടും അത് തന്നെ ചോദിക്കുന്നത്. എപ്പോഴും ഒരേ ചോദ്യങ്ങൾ വീണ്ടും വീണ്ടും ചോദിക്കുന്നുള്ള പ്രശ്നം. ഇത് ഈ കലാരൂപങ്ങൾ ഉണ്ടാകുന്ന വലിയൊരു ഗുണമാണ്. ഞാൻ എവിടെയും പറയാത്തൊരു ചെറിയൊരു കാര്യം കൂടെ നിങ്ങളുടെ ഒരു അറിവിലേക്ക്. എ.ആർ. റഹ്മാൻ ഈ സനമൂസയുടെ ഒരു പാട്ട് ഞാൻ അദ്ദേഹവുമായിട്ട് ആദ്യകാല സമയങ്ങൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, ലണ്ടനിൽ വെച്ച് ഞാൻ പരിചയപ്പെടുകയും അവരുടെ നിന്ന് റെക്കോർഡ് ചെയ്യപ്പെട്ട ഒരു പാട്ടാണ് ഒരു ബദ്വേ എന്ന് പറയുന്ന സോങ്. ഇത് എവിടെയെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് അദ്ദേഹം മെയിൽ ചെയ്ത് തന്നു. അന്ന് രാത്രി മുഴുവൻ ഞാൻ ആ പാട്ട് കേട്ട് ആ പാട്ടിലിങ്ങനെ നമ്മളിങ്ങനെ അലിഞ്ഞിങ്ങനെ അല്ലെങ്കിൽ ഒഴുകി നടക്കുമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെങ്കിൽ എനിക്ക് അന്നേരം തമാശയായിട്ട് അദ്ദേഹം ചോദിച്ചത്, ഈ നജീബ് ഇരിക്കുന്നിടത്ത് റേഡിയോ വല്ലതും ഉണ്ടോ? പുള്ളിക്ക് അറിയത്തില്ല, കഥ വായിച്ചു അങ്ങനെ നമ്മൾ പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല സാർ, റേഡിയോയുടെ അങ്ങനെ അത്ര ഒരു റേഞ്ചിലൊന്നുമുള്ള മൊബൈലും റേഡിയോ ഒന്നും ഇല്ലാത്ത ഒരു ഇടമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വിട്ടു. ഞങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോൾ എൻ്റെ അസോസിയേറ്റ് റോബിൻ ഇവിടെയുണ്ട്. ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഒരു 3 സീന്, അതായത് ടയർ മാർക്ക് കണ്ടിട്ട് ഓടിയെത്തുമ്പോൾ ടയർ പിന്നീട് ഒരു പരന്ന മരുഭൂമിയാണ്, വീണ്ടും നിരാശ. അവിടെ ഒരു 3 സീൻ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നുവെച്ചാൽ നാട്ടിൽ നിന്ന് തിരുവല്ലായിൽ നിന്ന് എഴുതിക്കൊണ്ട് പോയ സാധനം അല്ലെങ്കിൽ എറണാകുളത്തുനിന്ന് എഴുതിക്കൊണ്ട് പോയ സാധനം നമ്മളെക്കൊണ്ട് നമുക്ക് പറ്റുന്നില്ല, ഇത് ഷൂട്ട് ചെയ്യാനേ പറ്റത്തില്ല. കാരണം നമ്മളിത് ഷൂട്ട് ചെയ്ത് വന്നപ്പോൾ ഈ കഥാപാത്രം എത്ര അവസ്ഥയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, നമുക്ക് ഇനി മരിക്കുന്നിടം വരെ നടക്കാം എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അല്ലെങ്കിൽ മരിച്ച് വീഴാം, അല്ലെങ്കിൽ ഇനി എങ്ങോട്ടെന്നൊന്നും പരസ്പരം ചോദിക്കാൻ പറ്റാത്ത പോലെയുള്ള ഒരു പരസ്പരം നോട്ടം പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്നിടത്ത് എന്ത് ഇവർ സംസാരിക്കും, എന്ത് സീനുകൾ ഉൾക്കൊള്ളും. ആ സമയത്താണ് പെട്ടെന്ന് ഈ പാട്ട് നമുക്ക് മനസ്സിലേക്ക് എത്തുകയും ആ പാട്ട് വെച്ചിട്ട് അവരുടെ ചില മൂഡുകൾ ഷൂട്ട് ചെയ്തു. ഇതാ സംഗീതം എനിക്ക് തരുന്ന കോൺട്രിബ്യൂഷനാണ് ഇത്, മനസ്സിലായില്ല. അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ് എപ്പോഴും അങ്ങനെയാണ്. അപ്പം പുസ്തകത്തിൽ നിന്ന് വായിക്കാത്ത, പുസ്തകത്തിൽ കാണാത്ത കാര്യങ്ങളിലേക്ക് വേറൊരു രൂപത്തിലേക്ക് എത്തുന്നു എന്ന് പറയുന്നത് സംഗീതത്തിന് എത്രത്തോളം സംസാരിക്കാൻ കഴിയുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരാൾ ഇപ്പം കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഓരോ ഡിസ്കഷൻസ് വരും തോറും എന്താ പറയുക, എല്ലാവർക്കും അതിൻ്റെ പങ്കുണ്ട്, കാര്യങ്ങൾ ഉണ്ടാവും. അപ്പം അതൊരു ആരോഗ്യപരമായി തന്നെ അതിനെ വിലയിരുത്തുക എന്നുള്ളതാണ്. അതിന് എൻ്റെ കൂടെ പങ്കാളിയായ ഒരാളും കൂടെ അവിടെ നിങ്ങളുടെ കൂട്ടത്തിൽ ഇരിപ്പുണ്ട്. അതൊക്കെ ഒരു വളരെ ഇന്ന് എൻ്റെ അടുത്ത്
മലയാളത്തിലൊരു വളരെ ഒരു പ്രൊമൻ്റായിട്ടൊരു ഡയറക്ടറിൻ്റെ അടുത്ത് വെച്ച് എനിക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്, എങ്ങനെയാണ് നിങ്ങളിത് ചെയ്തതെന്നറിയാം എന്ന് പറഞ്ഞുകൊണ്ട് ഇത് തിയേറ്ററിൽ ഇങ്ങനെ നിൽക്കുകയാണ്. പെരുന്നാളിന് ശേഷം ഒരു വലിയൊരു ഒരു സുനാമി പോലെ തിയേറ്റർ ലാഞ്ഞടിക്കട്ടെ എന്ന് വിശ്വസിക്കുകയാണ്. അതിനുശേഷം ഞാൻ തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് പറയാം, അല്ലെങ്കിൽ പിന്നെ കാണാനിരിക്കുന്ന ആൾക്കാർക്ക് അതിൻ്റെ ഒരു രസം നഷ്ടപ്പെടും. ചിലപ്പോൾ ഈ പറയുമ്പം ഈ അതിജീവനം എന്ന് പറയുമ്പം എനിക്ക് തോന്നിയിട്ടുണ്ട് ഇവരുടെ ഇതിനെക്കാട്ടും വലിയ അതിജീവനത്തിലൂടെ കടന്നുപോയ ഒരു മനുഷ്യനാണ് ഞാൻ. കാരണം ഇപ്പോൾ ഇങ്ങനെ ഇതൊക്കെ കേൾക്കുമ്പോൾ പലപ്പോഴും പല ഇൻ്റർവ്യൂകളും പല കാര്യങ്ങളും കേൾക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയത്തില്ല, സിനിമ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞാനൊരു മീഡിയയുടെ മുന്നിൽ എത്തിയിട്ടുള്ളൂ. കാരണം അല്ലാതെ ഇപ്പം നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ തള്ളുക എന്ന് പറയും. അപ്പം ഞാൻ ആ ജനറേഷനിൽപ്പെട്ട ഒരാളല്ലാത്തതുകൊണ്ട് എനിക്ക് ഈ തള്ളെന്നുള്ള പരിപാടിയെക്കുറിച്ച് ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഡോറ് വരുമ്പോൾ പുഷെന്ന് എഴുതി വെച്ച് കാണുമ്പോഴാണ് എനിക്ക് ആ മനസ്സിലത് തോന്നുന്നത്. അപ്പം അങ്ങനെ ഒരു ആളല്ലാത്തത് കൊണ്ടും എനിക്ക് അതിൻ്റെ അങ്ങനെ ഒരു ഫിലിം മേക്കർ ആകണ്ടെന്ന് ഇല്ലാത്തത് കൊണ്ടും ഞാനത് പക്ഷേങ്കിൽ പലപ്പോഴും ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും ഞാൻ വെളുപ്പാങ്കാലത്താണ് ഞാൻ എൻ്റെ വാട്സാപ്പും മറ്റു കാര്യങ്ങളും ഒക്കെ നോക്കുന്നത്, മെയിലും ഒക്കെ നോക്കുന്നത്. അപ്പോൾ നമ്മൾ അറിയാതെ നമ്മൾ തനിച്ചിരുന്ന് കരഞ്ഞു പോകുന്ന പോലെയുള്ള മാനസികാവസ്ഥയിലേക്ക് എത്തുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കടന്നു പോയിട്ടുള്ള ഒരു കാലഘട്ടമുണ്ട്, ഇതിൻ്റെ പ്രൊഡക്ഷൻ തൊട്ടിട്ടുള്ള ഓരോ കാലഘട്ടങ്ങളും. അത് പിന്നെ നമുക്കിത് നേരത്തെ ചോദിച്ചാൽ ആടുകൾ ഇങ്ങനെ ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളിതിൻ്റെ ഒരു ആദ്യത്തെ 2019 ഷൂട്ട് ചെയ്യുമ്പം ജെമിനി സർക്കസിലെ അല്ലേ ട്രെയിനർ ആയിട്ടുള്ള ഒരാളുമായിട്ട് നമ്മൾ പോയത് ഇവിടുന്ന് ജോർദാനിലെ. അദ്ദേഹം കുറച്ച് ബബ്ബൊക്കെ അടിച്ച് നോക്കി, പുള്ളിയുടെ എല്ലാ 18 പണിയും നോക്കി. പക്ഷേ അവസാനം അടുത്ത ഷെഡ്യൂൾ വിളിച്ചപ്പോൾ പുള്ളി പറഞ്ഞു ഞാനില്ല എന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ പുള്ളിയെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. എൻ്റെ ഇക്കാലം അത്രയുള്ള ഒരു സിനിമാ ജീവിതത്തിൽ എൻ്റെ ഗുരുവിനുമായി ബന്ധപ്പെട്ട ഇത്രയും അധികം മനോഹരമായ വാക്കുകളും ഒരു പ്രശംസയും എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ വളരെ സന്തോഷം. കാരണം ഞാൻ ഒരിക്കലും അത്ര യോഗ്യതയുള്ള ഒരാളായിട്ട് ഞാൻ കരുതിയിട്ടില്ല. കാരണം എന്താണ് ഗുരു പത്മനാഭൻ സാർ എനിക്ക് എന്ന് പറഞ്ഞാൽ ഈശ്വരൻ, അച്ഛൻ, അമ്മ, അത് കഴിഞ്ഞാൽ പത്മനാഭൻ സാറാണ് എനിക്ക്. അതാണ് ഞാനും അദ്ദേഹത്തിനെ ഞാൻ വെച്ചിരിക്കുന്ന സ്ഥാനം. അപ്പോൾ ഒരിക്കലും ഞാൻ അദ്ദേഹത്തിനുമായി ഞാൻ എൻ്റെ ഒരു കമ്പാരിസണിലേക്ക് ശ്രമിച്ചിട്ടില്ല. പക്ഷെങ്കിൽ എനിക്ക് എൻ്റെ ജീവിതത്തിലാകെ ഞാൻ എൻ്റെ എഴുത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ സാർ എഴുതുന്ന രീതിയാണല്ലോ എന്ന് തോന്നിയിട്ടുള്ള ഒരു സീനുണ്ട്. ഞാൻ അത് ആദ്യമായിട്ട് പറയാം. ഭ്രമരം എന്ന സിനിമ എഴുതുമ്പോൾ ഭ്രമരത്തിൻ്റെ എഴുത്ത് ഒരു 3-4 സീക്വൻസുകൾ മാത്രമേ ഉള്ളൂ. ഇയാൾ ഒരു വീട്ടിൽ വന്ന് കയറുകയും അവിടുത്തെ ആളുമായിട്ട് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകുന്നു എന്ന് പറയുന്ന അത്ര വരെ ഉള്ളൂ. ഒരാൾ ഒരു വീട്ടിൽ വന്ന് കയറുന്നു, ആ വീട്ടിലുള്ളവർക്ക് ഇയാളെ അറിയത്തില്ല, അവരെ എല്ലാം അറിയാം എന്ന് പറയുന്ന ഒരു ബിഹേവിയർ, ഒരിത് അത്രമാത്രം വെച്ചിട്ടാണ് അത് എഴുതി തുടങ്ങുന്നത്. ബാക്കിയുള്ള മുന്നോട്ടുള്ള ഒന്നും അറിയത്തില്ല. എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അറിയത്തില്ല. സെക്കൻഡ് ഹാഫിൽ വരുമ്പോൾ അതുകൊണ്ട് ഒരു 60% എഴുതി കഴിയുമ്പോൾ ഈ ശിവൻകുട്ടി ലോറി ഓടിച്ച് ചെന്ന് ഒരു മുനമ്പിൽ കൊണ്ടുവന്ന് നിർത്തുന്നുണ്ട്, ഒരു മലയുടെ ഒരു അറ്റത്ത് കൊണ്ട് നിർത്തുന്നുണ്ട്. എന്നിട്ട് പുറത്തോട്ട് ഇറങ്ങി നിന്നിട്ട് അപ്പം ഇങ്ങനെ ഒരു തണുപ്പും കുളിരും ഒക്കെ ഉള്ളൊരു ഒരു രാത്രിയിലാണ് അയാൾ കൈകൊട്ടി ചിരിച്ചു എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. ആർത്ത് ചിരിച്ചു എന്ന്. അപ്പോൾ എനിക്ക് തോന്നി ഈ ഒരു ക്യാരക്ടറൈസേഷന് സാറ് എഴുതുന്ന പോലെ ഉണ്ടോ എന്ന് എനിക്കൊരു അറിയാതൊരു സംശയം തോന്നുകയും ശരിക്കും അന്നേരം എനിക്ക് ഇയാളുടെ ഒരു വിഭ്രാന്തിയിലുള്ള ഒരു ക്യാരക്ടറാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നിട്ട് ഞാൻ പുറയിലേക്ക് വായിച്ച് നോക്കുമ്പോഴാണ് ഇയാൾ എഴുതി വെച്ചിരുന്നതെല്ലാം ഇത്തരത്തിലാണെന്ന് വെച്ചാൽ ഇയാൾ ആരാന്ന് ചോദിക്കുമ്പം ജോസ് പാതി നോട്ടവുമായി അയാൾ അവനെ നോക്കി, അവൻ്റെ ചെവിയിൽ വണ്ടു മൂളുന്ന പോലെ എന്ന് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, വണ്ടിൻ്റെ മുഴക്കം എന്ന് പറയുന്നതാണ് ഭ്രമരം എന്നുള്ള. അന്ന് ഭ്രമരം എന്നുള്ള പേരുമില്ലായിരുന്നു, വേറൊരു പേരില്ലായിരുന്നു സിനിമ. ഏക്കൊരു വിഭ്രാന്തിയും ഞാൻ കണ്ടിരുന്നില്ല. അപ്പം ഇതാണ് എനിക്ക് ഞാനും സാറും തമ്മിലുള്ള, ഞാൻ എൻ്റെ എല്ലാ തെറ്റുകളിൽ നിന്നും എന്നെ ഒഴിവാക്കി തരുന്നത് എൻ്റെ ഗുരുത്വമായിട്ടാണ് ഞാൻ കരുതുന്നത്. അതിന് മേലെ ഒന്നുമില്ല. അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം പലപ്പോഴും ചില വിഷയങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇപ്പം ഈ ഡെസേർട്ട് ക്രോസിങ് തന്നെ എടുത്തു കഴിഞ്ഞാൽ മലയാള സിനിമയിൽ അതുവരെ നമ്മൾ കാണാത്ത അല്ലെങ്കിൽ ഇന്നും നമ്മൾ അത്തരത്തിലുള്ള ഒരു അപ്രോച്ച് നമ്മൾ നടത്തിയിട്ടില്ല. എന്നും നമ്മളൊരു സിനിമയെ സമീപിക്കുമ്പോൾ നമ്മൾ കാണാത്ത അല്ലെങ്കിൽ ഒരു വ്യത്യസ്തമായൊരു സിനിമയായിരിക്കണം. നിലവിലുള്ളൊരു സിനിമയുടെ സമ്പ്രദായത്തിലല്ലല്ലോ നമ്മൾ സിനിമ ചെയ്യുന്നത്. അപ്പോഴല്ലേ മാത്രമേ ഉള്ളൂ ഔട്ട്ഡേറ്റഡ് ആവുക എന്ന് പറയുന്നത്. ഇത് ഞാൻ കണ്ടിട്ടുള്ള മലയാള സിനിമകളിലോ മറ്റൊരു സിനിമകളിലോ ഇല്ലാത്തൊരു വിഷയത്തിനെ തിരഞ്ഞെടുക്കുമ്പോൾ ആ രീതിയിൽ നമുക്ക് പ്രയാസം തോന്നിയിട്ടില്ല. എന്നാൽ ഞങ്ങൾ 2018 ഷൂട്ട് ചെയ്ത ഒരു ക്യാമറ, അതായത് നാട്ടും പുറത്തും ഷൂട്ട് ചെയ്തിരുന്ന ക്യാമറ എന്ന് പറയുന്ന ഇന്ന് ഔട്ട്ഡേറ്റഡാണ് ആ ക്യാമറ. അത് പിന്നീട് നമ്മൾ 2019-20 എത്തുമ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ലെൻസും ക്യാമറയാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോഴാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇനിയും ചിലപ്പം ഐമാക്സിൽ നമ്മൾ ഷൂട്ട് ചെയ്യും അല്ലേ, ലെൻസസ് വെച്ചിട്ട് ഉള്ള ഷൂട്ട് ചെയ്യും. അപ്പോൾ ഈ വ്യത്യാസം നമുക്ക് ധാരാളമായിട്ട് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഒരു പ്രേക്ഷകരുടെ കാര്യത്തിൽ നമ്മൾ അങ്ങനെ ഒരിക്കലും നമുക്കറിയാം മലയാളി പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം നല്ല സിനിമയ്ക്കും അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരുപാട്, അത് കേരളത്തിലെ മാത്രമല്ല ലോകമെമ്പാടുമുള്ള ഇതാണ്. അതുകൊണ്ടാണല്ലോ മറ്റു ഭാഷകളിലുമൊക്കെ ഇതാണ്. ഇത് ഓരോന്നിനും ഓരോ രീതിയിൽ കണക്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളത് മാത്രമാണ്. പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം സിനിമ തന്നെയാണ് അല്ലേ. നമുക്ക് പ്രത്യേകിച്ച് ഈ കാലത്ത് ഏറ്റവും കൂടുതൽ പുതിയ തലമുറ തിയേറ്ററിലേക്ക് കൂടുതലായിട്ട് എത്തുന്നു എന്നുള്ളതുകൊണ്ടാണ് തിയേറ്ററിൽ സിനിമയുടെ വിജയം ഉണ്ടാകുന്നത്. പ്രേക്ഷകരിൽ ഒരു 2 വിഭാഗം ആൾക്കാർ ഒരു ചേരുതിരിവ് ഉണ്ടായിട്ടുണ്ട്. കാരണം വീട്ടിലിരുന്ന് സിനിമ OTT സിനിമ കാണുന്നവരും തിയേറ്ററിൽ അങ്ങനെ ഒരു ചെറിയൊരു വ്യത്യാസം എന്താ പറഞ്ഞാൽ പ്രായമുള്ളവർ അല്ലെങ്കിൽ കുറച്ചുകൂടെ സൗകര്യമായിട്ട് കാണാം അല്ലെങ്കിൽ പരസ്യങ്ങളില്ലാതെ കാണാം എന്നൊക്കെ പറയുന്ന ഒരു വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവർ തീർച്ചയായിട്ടും ആടുജീവിതം കാണാൻ തിയേറ്ററിലേക്ക് എത്തുമെന്നുള്ളത് ഉറപ്പാണ്. കാരണം തിയേറ്ററിൽ കാണേണ്ട എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമയാണ് ആടുജീവിതം. അതിൻ്റെ സൗണ്ടും ക്വാളിറ്റി തീർച്ചയായിട്ടും. 2 പേര് മാത്രമേ ചോദിക്കുന്നുള്ളേ. കാരണം ഒരു മിനിറ്റ് ദീപക് 2 പുതുമുഖങ്ങൾ നമുക്കുണ്ട് കേട്ടോ. 2 പേര് മാത്രമേ ചോദിക്കുന്നുള്ളൂ, 2 പേരോടെ ചോദിക്കുന്നുള്ളൂ. 2 പേര് അവരെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കേണ്ട ഒത്തിരി ആവശ്യമാണ്. കാരണം 2 പേരും നിങ്ങളുടെ നാട്ടുകാരും കൂടാണ് അല്ലേ. ജിതിനും കോഴിക്കോടുകാരൻ തന്നെയാണ്. ഇതിപ്പോൾ ഇപ്പം പുതിയ നവമാധ്യമങ്ങളിൽ കുറച്ച് സംസാരിക്കുന്ന ഒരു കാര്യം. ഇത് ഞാൻ ഒരു തമാശ രൂപേണ പറഞ്ഞ ഒരു കാര്യത്തിനെ അത് വളരെ എടുത്തിട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. കാരണം വനിതയുടെ ഇൻ്റർവ്യൂവിനായിട്ട് അമല പോളുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് അതിനു മുമ്പും അമലടുത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞങ്ങളിതിൻ്റെ ഒരു മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെട്ട് ചില ഷോട്ടുകൾ, സിംഗിൾ ഷോട്ടുകൾ ഇങ്ങനെ ഒരു ആഡ് മാതിരി ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് അമല പോളിനെ വെച്ചിട്ട്. കാരണം ഈ സൈനു ഈ 3 വർഷക്കാലം നാട്ടിൽ എങ്ങനെയായിരുന്നു ജീവിച്ചത്, സൈനുവിനോട് ചുറ്റുപാടുകൾ എങ്ങനെയാണ് പ്രതികരിച്ചത് എന്നുള്ളത് അറിയുക എന്ന് പറയുന്ന ചില ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ. വാർത്താവ് പിന്നെ മിസ്സിങ് ആവുന്നു. അപ്പോൾ അത് സംസാരിച്ച് ഞാൻ ഈ നമ്മുടെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഈ വർത്തമാനം പറയുമ്പോഴാണ് ഈ കഥ ഉണ്ടാകുന്നത്. അല്ല പ്രത്യേകിച്ച് കഥയും വെച്ചിട്ടല്ല വർത്തമാനം പറയുന്നത്. അപ്പോൾ മോഹനൊക്കെ വളരെ കൃത്യമായിട്ടറിയാം. അപ്പോൾ ഇങ്ങനെ സൈനുവിൻ്റെ അടുത്ത് അമലടുത്ത് ഒരു ഡബ് ചെയ്യുന്ന ഒരു ചെന്നൈയിലെ ഡബ്ബിങ് സ്റ്റുഡിയോയിൽ വെച്ചാൽ ഞാൻ പറഞ്ഞു, അമല ഇങ്ങനെ ഒരു സാധനമുണ്ട്, നമുക്കിത് വേണമെങ്കിൽ ഒരു സിനിമയാക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ തമാശ രൂപേണ പറഞ്ഞ കാര്യമാണ്. അതിപ്പോഴും തമാശയായിട്ട് മാത്രമേ വിചാരിച്ചിട്ടുള്ളൂ. ഇല്ല, എപ്പോഴും ഒരു പൂർണ്ണമായ ഒരു വളർച്ചയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്തതിലേക്ക് ശ്രമിച്ച് നമ്മളതിനെ അങ്ങനെ ഒരു വലിയൊരു ഇഷ്യൂസാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ 2 പേരും ചെയ്യണമെന്നില്ല, മലയാള സിനിമയിൽ ആരെങ്കിലും ചെയ്യേണ്ടത്. കാരണം വലിയൊരു സാധ്യതയുണ്ട്. കാരണം പ്രവാസ ലോകത്തേക്ക് കടന്നുപോയ ആയിരക്കണക്കിന് 10,000-കണക്കിന് ആൾക്കാരുടെ സ്ത്രീകൾ എങ്ങനെയാണ് കേരളത്തിൽ അവരുടെ ജീവിതം കഴിച്ചു കൂട്ടിയത്. ചിലപ്പം പതിറ്റാണ്ടുകളായി ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വന്ന സ്ത്രീകളുടെ ഏകാന്തത, ഒറ്റപ്പെടൽ, വിരഹം ഒക്കെ മറ്റൊരു തലത്തിൽ നിന്നുകൊണ്ട് ചെയ്യാവുന്ന വലിയ സാധ്യതയുള്ളൊരു വിഷയമാണ്. അത് ആരെങ്കിലുമൊക്കെ ചെയ്യട്ടെന്നേ, നമ്മൾ തന്നെ ചെയ്യണമെന്നില്ല. ഒരു പക്ഷേ അങ്ങനെ ഒരു സാധ്യത വന്നാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ബ്ലസ്സി സാറ് എടുത്ത സിനിമകൾ എൻ്റെ ഈ 10 പേരിൽ എണ്ണാവുന്ന സിനിമകളെ ബ്ലസ്സി സാർ എടുത്തിട്ടുള്ളൂ. അത്രയും ആഴത്തിലും ഡീപ്പായിട്ടുള്ള സിനിമകളാണ് ബ്ലസ്സി സാർ ഇന്നേ വരെ ചെയ്ത എല്ലാ സിനിമകളും.
അപ്പോൾ ലാസ്റ്റ് എ ഫിലിം ബൈ ബ്ലസ്സി എന്ന് എഴുതി കാണിക്കുമ്പോൾ ഒരു ചെറിയൊരു നമ്മുടെ ഉള്ളിൽ തട്ടാത്ത ഒരു സിനിമ പോലും ഇന്നേ വരെ ബ്ലസ്സി സാർ എടുത്തിട്ടില്ല. അത്രയും വിഷനറി ആയിട്ടുള്ള, അത്രയും പെർഫെക്ഷനിസ്റ്റ് ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ് ബ്ലസ്സി സാറ്. അപ്പോൾ ബ്ലസ്സി സാർക്ക് ഈ സിനിമ എടുക്കുമ്പോൾ ഈ ഹക്കീമിനെ പറ്റിയുള്ള കഥാപാത്രത്തിലും ഈ ക്യാരക്ടർ ആർക്കിനെ പറ്റിയിട്ടും ബ്ലസ്സി സാർക്ക് കൃത്യമായിട്ടുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു. ആദ്യം പോകുന്ന സമയത്ത് അവൻ എങ്ങനെയായിരിക്കും വേണ്ടത്, ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എങ്ങനെയൊക്കെയായിരിക്കും വേണ്ടത്, അതുപോലെ തന്നെ കാലങ്ങൾക്കപ്പുറം ഹക്കീം എങ്ങനെയായിരിക്കും ഉണ്ടാവുക, അവൻ്റെ അപ്പോഴുള്ളൊരു മൈൻഡ് സെറ്റ് എങ്ങനെയായിരിക്കും ഉണ്ടാവുക എന്നുള്ള കാര്യങ്ങളിൽ ബ്ലസ്സി സാറ് കൃത്യമായിട്ടുള്ള കുറേ വിഷൻസ്, ബ്ലസ്സി സാറിൻ്റെതായിട്ടുള്ള കുറേ വിഷൻസ് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഓഫ് കോഴ്സ് അതിൽ നമ്മുടേതായിട്ടുള്ള കുറച്ച് ക്രിയേറ്റീവ് കോൺട്രിബ്യൂഷൻസ് ആഡ് ചെയ്യുക എന്നുള്ളതാണല്ലോ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ ഇതിന് മുന്നേ ഹക്കീമിന് പോകുന്നതിന് മുന്നേ ഉള്ള കാലത്തിൽ ഹക്കീം എങ്ങനെയായിരിക്കും ജീവിച്ചിട്ടുണ്ടാവുക എന്നുള്ളൊരു, ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാനിപ്പോൾ 24-ാം വയസ്സിൽ ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുമ്പോൾ എന്നെ സ്വാധീനിച്ച കുറേ അനുഭവങ്ങളും വായനയും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളായിരിക്കുമല്ലോ എന്നെയും ഈ രീതിയിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവുക. അതേപോലെ ഹക്കീമിനെ ഡെവലപ്പ് ചെയ്ത കുറേ അനുഭവങ്ങളും കാര്യങ്ങളും അവനും ഉണ്ടാവും. അപ്പോൾ അതുപോലെയുള്ള കുറേ ബാക്ക് സ്റ്റോറികൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എൻ്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ കുറച്ച് ഡെവലപ്പ് ചെയ്ത് സാറിനൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു ആ സമയത്തൊക്കെ. അപ്പോൾ കുറേ സാറിൻ്റെതായിട്ടുള്ള സാറിപ്പോൾ ചില സീനുകൾ ഇങ്ങനെ തന്നെ വേണമെന്നൊക്കെ പറഞ്ഞ് സാറ് കാണിച്ചു തരും. അങ്ങനെയൊക്കെയുള്ള സാറിൻ്റെതായിട്ടുള്ള കുറേ കാര്യങ്ങൾ സാറ് ആ സമയത്തൊക്കെ കാണിച്ചു തരും. പിന്നെ പറഞ്ഞു തരും. നമ്മൾ ഓരോ ഷോട്ട് എടുക്കുമ്പോൾ ഞാൻ സാറിൻ്റെ അടുത്ത് പോയി ചോദിക്കും, സാർ എന്താ എടുക്കുന്നതെന്ന് ചോദിക്കും. അപ്പോൾ സാറ് പറയും ഇതെങ്ങനെയാണ് ഇങ്ങനെയൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ സാറിനും കൃത്യമായിട്ടുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു ഈ ഓരോ ദിവസങ്ങൾ കഴിയുമ്പോൾ എങ്ങനെയൊക്കെയാവും അവരുണ്ടാവുക. അത് എൻ്റെ കഥാപാത്രത്തിന് മാത്രമല്ല, നജീബിക്കയുടെ ക്യാരക്ടറിനും കാദരിയുടെ ക്യാരക്ടറിനും എല്ലാവർക്കും സാറിന് കൃത്യമായിട്ടുള്ളൊരു ആസ് എ ഹോൾ മൂവി എന്നുള്ള രീതിയിൽ. അപ്പോൾ അങ്ങനെയൊക്കെ സാറിൻ്റെ ഒരു ഗൈഡൻസൊക്കെ എന്നെ വളരെയധികം ഹെൽപ്ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യം ആളെന്നെ കംഫോർട്ടാക്കുക ചെയ്തത്. എന്താണ് ഒരു കോ ആക്ടർ എന്നുള്ള നിലയിൽ, അല്ലാതെ ഒരു പുതിയ ആക്ടർ എന്നുള്ള നിലയിൽ, അല്ലാതെ ഒരു കൂടെ അഭിനയിക്കുന്ന ഒരാളെന്ന നിലയിൽ, ഒരു കൂടെ അഭിനയിക്കുന്ന സഹപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ആദ്യം കംഫോർട്ടാക്കുക ചെയ്തത്. ഒരു ആദ്യമായിട്ട് വന്ന് അങ്ങനെ ഒരു ടെൻഷനുകളോ കാര്യങ്ങളോ എന്നെ അനുഭവിപ്പിക്കാത്ത രീതിയിൽ ആദ്യം വളരെ കംഫോർട്ടായിട്ട് എൻ്റെ അടുത്ത് ഇടപഴകുകയും, ഞാൻ അതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്, ആദ്യത്തെ ദിവസം ഷൂട്ട് തുടങ്ങുന്നതിന് മുന്നേ ആൾ എന്നെ മുകളിലേക്ക് വിളിച്ചിട്ട്, ആളുടെ റൂമിലേക്ക് വിളിച്ചിട്ട് കാപ്പിയൊക്കെ ഇട്ട് തന്ന് നമ്മളന്ന് കുറേ സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്, ഇതിനെപ്പറ്റി ടെൻഷൻ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അന്ന് അങ്ങനെ ഒരു കംഫർട്ട്നെസ് ആദ്യമായി കിട്ടിയപ്പോൾ പിന്നെയുള്ള സമയങ്ങളിൽ അത് ഈസിയായി. അത് നമുക്ക് ഒരു നജീബിക്കയോടുള്ള ഹക്കീമിൻ്റെ സ്നേഹം ഉണ്ടല്ലോ, ആ സ്നേഹം ആളെനിക്ക് തരാൻ ശ്രമിച്ചപ്പോൾ എനിക്കത് ഓട്ടോമാറ്റിക്കലി എനിക്ക് ഹക്കീമിൻ്റെ സ്നേഹം തിരിച്ചും കൊടുക്കാൻ പറ്റി. അതാണ് എനിക്ക് തോന്നിയത് രാജുവേട്ടനെ പറ്റിയിട്ട്. ഞാൻ ലൊക്കേഷൻ ഉണ്ടായിരുന്നല്ലോ, ഒരിക്കലും മാറി നിന്നിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ അഭിനയിക്കാൻ വന്ന ആളാണ് എന്ന മട്ടിലല്ല. അഭിനയത്തിൻ്റെ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ ഗൂഗിൾ അവിടുത്തെ സർവ്വ ആളുമായിട്ട് ക്ലാപ്പടിക്കാനും സാധനം പറക്കിക്കൊണ്ട് നടക്കാനും ഒക്കെ നടക്കുന്ന ഒരു സാധാരണ ആൾ പോലെ അതിനോട് ലയിച്ച് ചേർന്നു നിന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഗൂഗിൾ അഭിനയിക്കുമ്പോഴും ആ ലയം ഉണ്ടായതെന്നാണ് ഞാൻ കരുതുന്നത്. അല്ലാതെ ഞാൻ അഭിനയിക്കാൻ വന്ന ആളാണ്, ഞാനോട് ഇനി അഭിനയിച്ചതിന് ശേഷം ഇവിടെ കസേരയിലിരിക്കും എന്നുള്ള മട്ടിൽ അകന്നു നിൽപ്പോ ആയിരുന്നില്ല എന്ന് പറയുന്നത്. ഇത് ഈ യൂണിറ്റിൽ മുഴുവൻ എല്ലാവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൊടുക്കുവാങ്ങലുണ്ടെന്നാണ് ഞാൻ പുറത്ത് വല്ലപ്പോഴും ഒക്കെ ചെല്ലുന്ന ഒരാളെന്ന നിലയിൽ ഒന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ആ യൂണിറ്റിലെ മുഴുവൻ ആൾക്കാരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഭയങ്കര ഇതുണ്ട്. കാരണം അത്തരം ഒരു സ്ഥിതിയിൽ അങ്ങനെ പറ്റുമോ അതിജീവിക്കാൻ? ആ മരുഭൂമിയിൽ ഷൂട്ട് നടക്കുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് നിന്ന് ഞാൻ എൻ്റെ പ്രവൃത്തി മാത്രമേ ചെയ്യത്തുള്ളൂ, ഞാൻ ഇതിനു വേണ്ടി വന്ന ആളാണെന്ന് വിചാരിച്ച് നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ആ പടം അങ്ങനെ മുന്നോട്ട് പോയതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ആ ഒരു കെമിസ്ട്രി അവിടെ എല്ലാവരുടെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞതൊക്കെ കുറച്ചുകൂടെ ചെയ്യാൻ എളുപ്പം പുതുമുഖമാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് അല്ല, അത് തന്നെയല്ല, നമുക്കിപ്പം മലയാളത്തിലെ പല നടന്മാരും നമ്മളുടെ അടുത്ത് വന്നിരുന്നു. പക്ഷെങ്കിൽ ഇത് ഇയാളുടെ രൂപത്തിലുണ്ടായ മാറ്റം, താടി, മുടി, കാര്യങ്ങൾ എല്ലാം ഒറിജിനലാണല്ലോ. ഈ ആൾക്ക് ഒരു 4 വർഷം ഇതുകൊണ്ടുണ്ടായ ഒരു 4 വർഷത്തെ ഒരു 2018 തൊട്ട് 22 വരെയുള്ള ഈ 4-5 വർഷത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ആ വ്യത്യാസം വളരെ യാതൊരു മേക്കപ്പും ഇല്ലാതെ സംഭവിച്ചു എന്ന് പറഞ്ഞത് അങ്ങനെ ഫ്രീ ആയിട്ടൊരു പുതുമുഖമായതുകൊണ്ട് സംഭവിച്ചതാണ്. മറ്റേ നമുക്ക് വേറെ നിവൃത്തിയില്ലാത്ത കാര്യങ്ങളല്ലേ. അത് മലയാളം പ്രോപ്പറായിട്ട് വായിക്കാത്തതുകൊണ്ടാണ് കൺഫ്യൂഷൻ വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. നജീബിൻ്റെ ജീവിതത്തിന്മേൽ
എന്താണ് ആവശ്യത്തിലധികം വെച്ചുകെട്ടലുകൾ വേണ്ടി അല്ല, ആ വാക്ക് ഞാൻ പെട്ടെന്ന് മറന്നുപോയി. ഞാൻ 1-2 ഇൻ്റർവ്യൂ കഴിഞ്ഞ ദിവസവും പറഞ്ഞതാണ്, വായിച്ച് നോക്കിയിട്ട്. കാരണം ഇത് എന്താണ് 2008 എഴുതിയല്ലേ. അപ്പോൾ ആമുഖത്തിലല്ല, അതിൻ്റെ പിന്നാമ്പുറത്തുള്ള ഇതെന്ന് പറയുന്നത് വേണ്ടതിലധികം വെച്ചുകെട്ടലുകൾ എനിക്ക് വേണ്ടി വന്നിട്ടില്ല എന്നാണ്. വേണ്ടതിലധികം വെച്ചുകെട്ടൽ വന്നിട്ടില്ലെന്ന് പറഞ്ഞാൽ കുറച്ച് വെച്ചുകെട്ടുകൾ വേണ്ടി വന്നിട്ടുണ്ട് എന്നാണ് മലയാളത്തിൽ അതിൻ്റെ അർത്ഥം. അത് പലപ്പോഴും പലരും മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ്. അത് വേണ്ടതിലധികം എന്ന് പറഞ്ഞാൽ ഒട്ടും വെച്ചുകെട്ടലുകൾ വേണ്ടി വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്നതിനോട് ഞാൻ അംഗീകരിക്കാം. ഒട്ടും വെച്ചുകെട്ടലുകൾ എനിക്ക് വേണ്ടി വന്നിട്ടില്ല എന്നാണ് ഞാൻ എഴുതിയിരുന്നതെങ്കിൽ ആൾക്കാരത് തെറ്റിദ്ധരിച്ചതിനുള്ള കുഴപ്പം എൻ്റെ അല്ല. 1. 2, ആ പ്രസ്താവന തന്നെ പലപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ അത് പിന്നാമ്പുറത്തു നിന്ന് പിൻവലിച്ചിട്ട് ഏതാണ്ട് 10 വർഷത്തിൽ 12 വർഷം മുമ്പേ അത് പിൻവലിച്ചിട്ട് ആണ് ഈ മാതൃഭൂമിയിലെ ലേഖനം എടുത്തു കൊടുത്തത്. എങ്ങനെയാണ് ഈ ഫിക്ഷൻ ഉണ്ടായിട്ടുള്ളത് എന്ന് പറയുന്ന ആ ലേഖനമാണ് പിന്നീടുള്ള 100-150 എഡിഷനുകളിൽ മുഴുവൻ ഉള്ളത്. ആ പുസ്തകം വായിച്ച് ആർക്കും ഈ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നില്ലല്ലോ. ഈ പിന്നാമ്പുറം ഇല്ലാത്ത പുസ്തകം വായിച്ചവരാരും പറഞ്ഞില്ല, അയ്യോ ഇത് ഫിക്ഷനായിപ്പോയി, അതുകൊണ്ട് ഇനി ഞങ്ങൾ വായിക്കുന്നില്ല, ഇത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, ഒറിജിനലാണെന്ന് തോന്നിയപ്പോൾ മാത്രമാണ് വായിച്ചതെന്ന് ആരും പറഞ്ഞില്ല. ഇപ്പം അല്ല, അതൊക്കെ സിനിമ അല്ല, അതൊന്നും സിനിമയെ ദോഷകരമായി ബാധിക്കുകയല്ലല്ലോ ചെയ്തത്. അതൊക്കെ സിനിമ കണ്ടവരും സിനിമ കാണാത്തവരും കാണാനിരിക്കുന്നവരും തമ്മിലൊക്കെയുള്ള കൊടുക്കുവാങ്ങലാണ്. സിനിമ കണ്ടവരൊക്കെ എല്ലാ ദിവസവും വന്ന് സിനിമ കണ്ടിട്ട് പോവുകയും ഒക്കെ ചെയ്തു എന്നുള്ളതാണ്. ഞാൻ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ കിടന്ന് കുറച്ച് പേര് ചർച്ച ചെയ്യുന്നു എന്നുള്ളതല്ലാതെ എത്ര പേരുണ്ട്? ഞാൻ പറയുന്നത് ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ ഒരു 300 പേര് 200 പേര് ചിലപ്പം കമൻറ്റ് ചെയ്യുന്നുണ്ടാവും. അതിൻ്റെ താഴെ ആ 200 പേര് കമൻറ്റ് ചെയ്യുന്നതിൽ 150 പേര് അനുകൂലമായി കമൻറ്റ് ചെയ്യുന്നു, 100 പേര് എതിരായി കമൻറ്റ് ചെയ്യുന്നു. അത് സ്വാഭാവികമാണെന്ന്. മൊത്തം കേരളീയ സമൂഹമായിട്ട് തർട്ടിച്ച് നോക്കുമ്പോൾ ആ ചർച്ചയൊക്കെ വളരെ എന്താണ് കോപ്പയിലെ കൊടുങ്കാറ്റാണെന്ന് നമുക്ക് തോന്നുന്നതാണ്. നമ്മുടെ കയ്യിൽ മൊബൈൽ ഇരിക്കുന്നതുകൊണ്ട് ഇത് വലിയ കൊടുങ്കാറ്റാണെന്ന് നമുക്ക് തോന്നുന്നതാണ്. അതൊക്കെ വളരെ തുച്ഛമായ ആൾക്കാരുടെ ഇടയിൽ നടക്കുന്ന ചെറിയ ചർച്ചകളായിട്ട് മാത്രം കരുതാൽ മതി. അതിൽ ബഹുഭൂരിപക്ഷവും കൃത്യമായ അജണ്ടകളോട് നടത്തിയ ചർച്ചകൾ കൂടി ഉണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ അജണ്ടകളെയൊക്കെ പൊളിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ മലയാളി പ്രേക്ഷകർ സിനിമ കണ്ടുകൊണ്ട് ഈ പത്രസമ്മേളനത്തോടുകൂടി ഇത് കേൾക്കുന്ന ആൾക്കാർ അങ്ങനെ ഒരു ചിന്താഗതിയിലില്ലാതെ എഴുതാൻ പറ്റുവാണെങ്കിൽ അത് തന്നെ അതിന് മുകളിലുള്ള ഒരു വിരിപ്പായിട്ട് മാറിക്കോളും. അതെ അതെ, ഇതൊരു വലിയൊരു പാട്ട് ഭയങ്കരമായി ഹിറ്റാവുന്നു, അത് പൂർണ്ണമായി കേൾക്കാൻ ആഗ്രഹിക്കുന്നു എന്നൊന്നും പറഞ്ഞിട്ടല്ലല്ലോ ഇതിൻ്റെ ഒരു പ്രക്രിയ തുടങ്ങുന്നത്. ഇതിൻ്റെ സ്ക്രിപ്റ്റിലുണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ ഒരു വളരെ ദൂരത്ത് നിന്നുള്ള ഒരു അശരീരി പോലെ ഒരു പാട്ട് കേൾക്കുന്നു. ഇവർ തമ്മിൽ നജീബും ഹക്കീമും കൂടെ മനസ്സിലാക്കാനും കണ്ടെത്താനായിട്ടുള്ളൊരു സന്ദർഭം എന്നുള്ള മാത്രമാണ് ഈ പാട്ടിൻ്റെ ഒരു സിറ്റുവേഷൻ എന്നുള്ളത്. പക്ഷെങ്കിൽ ആ സമയത്ത് ഈ പാട്ട് ചെയ്യുന്നതിന് മുമ്പ് മൂസമാഷിൻ്റെ ഉൾപ്പെടെ ഈ 90കളിൽ ഏറ്റവും പ്രശസ്തമായ എന്തെങ്കിലും മാപ്പിളപ്പാട്ടുകളോ കത്തുപാട്ടുകളോ ട്രഡീഷണലായിട്ടുള്ള പാട്ടുകളോ ഉണ്ടാകും. ഞാൻ ഇവൻ്റെ അടുത്തും ഗോകുലിൻ്റെ അടുത്തും ഇവിടെ എനിക്കറിയാവുന്ന കുറേ അധികം ആൾക്കാരുടെ അടുത്ത് ഞാനിത് അന്വേഷിച്ചു. കാരണം ഈ ഹക്കീം അങ്ങനെ ഒരു പാട്ട് അവൻ്റെ ഓർമ്മയിൽ നിന്ന് പാടട്ടെ എന്നുള്ള രീതിയിൽ വെച്ചിട്ട്. പക്ഷേ പല പാട്ടുകളും എനിക്ക് കിട്ടിയെങ്കിലും എനിക്കതത്ര സ്വീകാര്യമായി തോന്നിയില്ല. പിന്നീടാണ് ഞാൻ ഇത്രയും വലിയൊരു ലെജൻഡ് മ്യൂസിഷ്യൻ എൻ്റെ കയ്യിലിരിക്കുമ്പോൾ ഞാനിതിനെ അങ്ങനെ ഒരു അന്വേഷിച്ച് നടക്കുന്നതെന്ന് തോന്നിയിട്ടാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഈ സിറ്റുവേഷൻ പറയുകയും ആ സിറ്റുവേഷനിലേക്ക് എത്തുമ്പോൾ അദ്ദേഹമാണ് പറഞ്ഞത് നമുക്കിത് വരികൾ എഴുതിയിട്ട് ട്യൂൺ ചെയ്യാം എന്ന് പറയുന്നത്. ഒപ്പം റഫീഖിനെ വിളിക്കുകയും റഫീഖ് ആദ്യം 4 വരിയാണ് എഴുതി തരുന്നത്. എന്നുവെച്ചാൽ നമുക്ക് അത്ര മതിയാവും എന്നുള്ള രീതിയിലാണ് ആ പാട്ടിനെ നമ്മൾ എൻ്റെ ആദ്യത്തെ അപ്രോച്ചെന്ന് പറയുന്നത്. അപ്പോൾ ഈ 4 വരി എഴുതി അദ്ദേഹം അതിനെ ട്യൂൺ ചെയ്ത് എനിക്ക് തരുമ്പോൾ അതിനോടൊപ്പം 2 വരിയുടെ അദ്ദേഹം ചേർത്തു, പെരിയോനെ റഹ്മാനെ പെരിയോനെ റഹീം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയാണ് ഭയങ്കര നമുക്ക് ആ കേൾക്കുമ്പോൾ ഇത് ആ 2 വരിയൂടെ ചേർന്ന് കേട്ടപ്പോൾ തന്നെ ആ പാട്ട് ഭയങ്കരമായി മനസ്സിനെ സ്പർശിക്കുകയും അപ്പോഴാണ് പറയുന്നത്, വീണ്ടും റഫീഖിൻ്റെ അടുത്ത് പറയും ഇനി കുറച്ച് വരികളൂടെ എഴുതി തരാൻ പറയുന്നത്. ഒരു പാട്ടും അങ്ങനെ എഴുതാറില്ലല്ലോ, ചെയ്യാറില്ലല്ലോ. അങ്ങനെ വീണ്ടും കുറച്ച് വരികളോടെ എഴുതി വാങ്ങിക്കുകയും അതൊരു മുഴുപ്പാട്ടായിട്ട് മാറുകയും ചെയ്തു. അപ്പം ഇന്ന് വളരെ മനോഹരമായ കുറച്ച് കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഇടാൻ സ്ഥലമില്ലാത്തടത്തൊരു വലിയ സോഫ ഇവിടെ കൊണ്ടുപോയി ഞാൻ ഇടത്തില്ലല്ലോ. അതല്ലേ എൻ്റെ ജോലി, അതല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ അവസാനമായിട്ട് കാണിക്കുന്നത്. സിനിമയ്ക്ക് അങ്ങനെയായിരുന്നു.
ആവശ്യം. പിന്നെ അതിന് മുമ്പ് ഇറക്കിയ മ്യൂസിക് വീഡിയോ ഉണ്ട് കാണാനായിട്ട് മുഴുവനായിട്ട്. അതിൻ്റെ അകത്ത് നമ്മൾ സിനിമയിൽ നിന്ന് ഒഴിവാക്കിയ പല സീക്വൻസുകളും അദ്ദേഹം ജോർദാനിൽ വന്നപ്പോൾ നമ്മളതിനെ കോർഡിനേറ്റ് ചെയ്തും ഒക്കെ ചെയ്യിച്ചിട്ടുള്ളത്. അപ്പം അതിനെ ആ രീതിയിൽ മനസ്സിലാക്കുക എന്ന് മാത്രം. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ടെൻഷനായിരുന്നു പിന്നെ ഈ സിനിമ കഴിയോളം. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്യുന്ന വർക്ക് ബ്ലസ്സി സാറിന് അറിയില്ല എന്നുള്ളതാണ് അതിൻ്റെ കാരണം, വേറൊന്നുമല്ല. മറ്റതൊക്കെ ബ്ലസ്സി സാറിന് അറിയാം, നേരിട്ട് അറിയാം, അതങ്ങനെയല്ല ഇങ്ങനെ തിരുത്താൻ പറയും. പക്ഷേ ഇത് ബ്ലസ്സി സാറിന് അറിയില്ല ഭാഷ, ഞാൻ എന്താണ് പറയുന്നത്. അപ്പോൾ എപ്പോഴും എന്നോട് ചോദിക്കും ഭാഷ ഇതിങ്ങനെ തന്നെയാണോ. എന്നാലും ചിലപ്പോൾ എന്നെ പേടിപ്പിക്കാൻ വേണ്ടി ഇടപെടുകയിൽ എന്താ വെച്ചാൽ ചില സ്ക്രിപ്റ്റൊക്കെ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ സാറിന് എമോഷനൊക്കെ പെട്ടെന്ന് മനസ്സിലാവുക. അപ്പോൾ എന്നോട് പറയും മാഷ ഇത് ഇത്ര പോരല്ലോ, അപ്പോൾ തെറി പറയുന്ന രംഗൊക്കെ വരുമ്പോഴേ അതങ്ങോട്ട് ആയിട്ടില്ലല്ലോ എന്ന് പറയും. അപ്പോൾ ഞാൻ കൂടുതലൊന്നും വിജിലൻ്റ് ആവാൻ വേണ്ടി ചെയ്യുന്ന പണിയാണ്. എന്തായാലും പിന്നെ 4 മാസം ആണ് എന്നോട് സാറ് പറഞ്ഞു തന്നത്. 4 മാസം കൊണ്ട് നമുക്ക് ഈ വർക്ക് ഞാൻ കോളേജിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് 4 മാസം കൊണ്ട് തീർക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അതാണ് ഒരു ഏകദേശം 5 വർഷം നീണ്ടുപോയത്. പക്ഷേ ആ നീണ്ട കാലവും ശരിക്കും പറഞ്ഞാൽ സാറിൻ്റെ കൂടെ എൻജോയ് ചെയ്തു. പിന്നെ ശരിക്കും ഇവരെ ഈ സ്ലാങ്ങിൻ്റെ പ്രശ്നം നല്ല ഉണ്ടായിരുന്നു. കാരണം ഇവർ ഒമാനിയാണ് ഇതിൻ്റെ മെയിൻ കഫീൽ, മറ്റേ ആൾ സുഡാനി ആണെങ്കിലും UAE ബേസ്ഡാണ്. അപ്പോൾ ഇവർ രണ്ടുപേർക്കും ഈ സൗദി സ്ലാങ് പഠിപ്പിക്കുക എന്നുള്ളത് ഭയങ്കര ഒരു പണി തന്നെയായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ നല്ല പേടിയാണ്. റോബിൻ സാറൊക്കെ ചിലപ്പോൾ എന്നോട് പറയും ഇത് ഇങ്ങനെ തന്നെയല്ല പക്ഷേ ഇങ്ങനെ ഇത് തെറ്റുണ്ടല്ലോ എന്നൊക്കെ പറയും. ഇവർക്ക് അറിയുന്നില്ലെങ്കിലും അപ്പോൾ ഇതൊക്കെ എന്നെ ഭയങ്കര ടെൻഷൻ. ചിലപ്പോൾ രാജു സാറും പറയും ഇത് മാഷ് നിങ്ങൾ ഈ പറയണതൊക്കെ ശരിയാണോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ബെന്യാമിൻ സാർ കൂടെ ലൊക്കേഷനിൽ വരുമ്പോൾ സമാധാനിപ്പിക്കും നന്നായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഏതായാലും പിന്നെ ആ അർത്ഥത്തിൽ ഈ ഭാഷ കൈകാര്യം ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് എനിക്ക് പ്രയാസം ഉണ്ടായത് പിന്നെ നമ്മുടെ ജിമ്മി ജീൻ ഭാഷ പഠിപ്പിക്കാൻ. അദ്ദേഹം ഹോളിവുഡ് നടന്നുള്ള ഇംഗ്ലീഷുകാരനാണല്ലോ. അദ്ദേഹത്തെ ഇത് പഠിപ്പിച്ച് പറയിപ്പിക്കാൻ നന്നായിട്ട് പാടുപെട്ടിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ പിന്നെ വലിയ പ്രയാസമൊന്നുമില്ലാതെ തന്നെ ഈ ഒരു സൂക്ഷ്മത കൂടി, കാരണം നന്നായിട്ട് അക്യുറസി വേണമെന്ന് സാറിൻ്റെ ഒരു നിർബന്ധം ഉള്ളതുകൊണ്ട് ആ പദങ്ങൾ അക്യുറേറ്റ് പദം എന്തായിരിക്കണം, അവിടെ ഈ ബതുക്കൾ ഉപയോഗിക്കുന്ന പദം എന്തായിരിക്കണം, അവരുടെ ബോഡി ലാംഗ്വേജ് എന്തായിരിക്കണം, അവരുടെ രീതി കസ്റ്റംസൊക്കെ എന്തായിരിക്കണം തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ശരിക്കും പറഞ്ഞാൽ സാറിനെ പോലെ തന്നെ റിസർച്ച് ചെയ്ത് പഠിച്ചിട്ടാണ് പിന്നെ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത്. ഒരുപാട് റിസർച്ച് ചെയ്ത് പഠിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ സൗദിയിൽ 30 കൊല്ലം ഉണ്ടായിരുന്നെങ്കിലും വീണ്ടും ചിലതൊക്കെ ചെയ്യുമ്പോൾ ഞാൻ സൗദിയിലുള്ള എൻ്റെ അറബ് കൂട്ടുകാരെ വിളിച്ചിട്ട് ഉറപ്പ് വരുത്തിയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ 2 ദിവസം മുമ്പ് വരെ സാറ് വീണ്ടും എന്നോട് കഫീലിനെ കുറിച്ച് ചോദിച്ചു. അപ്പോഴൊക്കെ സാറിൻ്റെ കോൾ വരുമ്പോൾ എനിക്ക് ഭയങ്കര പേടി, എന്തോ ആയിരിക്കുമോ എന്നുള്ള പേടിയാണ്. അപ്പോൾ ഏതായാലും ആ അർത്ഥത്തിൽ നന്നായിട്ട് ചെയ്യാൻ പറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ റോബിൻ ഇവിടെയുണ്ട്. റോബിൻ ഇതിനോടൊപ്പം മുഴുവൻ സമയവും നമ്മളോട് സഹകരിച്ച് നിന്നിട്ടുള്ളതാണ്. റോബിനോട് കയറി വരാൻ നേരത്ത് ഞാൻ കേട്ടു അവിടുന്ന് പറഞ്ഞു ഈ ആടിനെ കുറിച്ച് ചോദിക്കാമെന്നൊക്കെ ഞാൻ കേട്ടത്. അപ്പോൾ എൻ്റെയും ഇത് ആദ്യത്തെ ഒരു പ്രസ് മീറ്റാണ്. അപ്പോൾ അതുകൊണ്ട് ചോദ്യങ്ങളൊക്കെ കുറച്ച് നല്ല എളുപ്പമുള്ള ചോദ്യങ്ങൾ ചോദിച്ചാൽ കുറച്ച് നല്ലതായിരുന്നു. കാരണം പറഞ്ഞ പോലെ ബ്ലസ് സാറിനൂടെ 6 വർഷമായിട്ട് കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഫുൾ ടൈം 24 hours കൂടെ ഇരുന്ന് എല്ലാ കാര്യങ്ങളും ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. ആൻഡ് പിന്നെ ഇത്രയും വലിയൊരു ഞാനെപ്പോഴും പറയും ഫ്രീ ആയിട്ട് എനിക്കൊരു ഫിലിം കോഴ്സ് 6 വർഷത്തെ ഫ്രീ ആയിട്ട് കിട്ടിയ ഒരാളാണ് ബ്ലസ് സാറിൻ്റെ കൂടെ. കാരണം ബാക്കി എല്ലായിടത്തൊക്കെ ഫീസും കൊടുത്ത് പഠിക്കേണ്ടി വരും. ഇവിടെ ആകുമ്പോൾ ഫ്രീ ആയിട്ടൊരു മാസ്റ്റർ ക്ലാസ് 6 വർഷം കൊണ്ട് ഒരു മാസ്റ്റർ ക്ലാസ് കിട്ടിയ ആളാണ് ഞാൻ. അപ്പോൾ ഇതിൽ കൂടുതൽ വലിയൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് സിനിമയിൽ കിട്ടാനില്ല. സോ താങ്ക് യു സർ ആൻഡ് താങ്ക് യു ബെന്യാമിൻ ആൻഡ് എവ്രി വൺ. സോ